ഇന്ന് ഹോപ്പ് ഇൻ ജീസസ് അപ്പോസ്തോലിക് ചർച്ചിൻ്റെ 168ാമത് ദിവസം, റിവൈവൽ നൈറ്റ്സിൻ്റെ 168ാമത് ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ പ്രഘോഷിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ലോകമെല്ലാം വലിയ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും: വലിയൊരു ഉണർവിൻ്റെ കാറ്റ് വീശുന്നത്. നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയും TV വാച്ച് ചെയ്താലോ ന്യൂസ് പേപ്പർ എടുത്താലോ ചുറ്റുവട്ടങ്ങളിൽ നിന്നൊരു നല്ല വാർത്തയും കേൾക്കാനില്ല. ദർ ഈസ് നോ ഗുഡ് ന്യൂസ് ടു ഹിയർ. ഒരു സദ്വാർത്തയും കേൾക്കാനില്ല. എല്ലാം ദുഃഖവാർത്തയാണ്. ഈ റിവൈവൽ അഥവാ ഒരു ഉണർവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു കുടുംബത്തിൽ, ഒരു സംസ്ഥാനത്ത്, രാജ്യത്തിൽ, ഈ ഭൂഖണ്ഡത്തിൽ, ഈ ഭൂമിയിലൊക്കെയും ഒരു ഉണർവ് നടക്കണമെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് നമ്മൾ കേൾക്കണം, നല്ല വാർത്ത കേൾക്കണം. വി ആർ കോൾഡ് ടു പ്രീച്ച് ദ ഗുഡ് ന്യൂസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഗ്രേറ്റ് ജോയ്, ഗുഡ് ന്യൂസ് ഓഫ് ഗ്രേറ്റ് ജോയ്. സകലർക്കും, സകല മാനവരാശിക്കും മഹാസന്തോഷത്തെ നൽകുന്ന സദ്വാർത്തയെ പ്രസംഗിക്കാനാണ് നമ്മളെ വിളിച്ചത്. നമ്മൾ കേൾക്കുന്ന വാർത്തകളെല്ലാം ദുഃഖകരമായ വാർത്തയാ, സന്തോഷമില്ലാത്ത വാർത്തയാ, ആത്മഹത്യകൾ, മഹാമാരി, കടബാധ്യതകൾ, എല്ലാം നെഗറ്റീവ് വാർത്തകളാണ്. ഇവിടെ നമ്മൾ ബൈബിൾ എടുക്കുമ്പോൾ ജേക്കബിൻ്റെയും ജോസഫിൻ്റെയും, യാക്കോബിൻ്റെയും യോസഫിൻ്റെയും ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. When the good news of Joseph's fortune was brought to him, his immediate reaction was to doubt. ഉൽപ്പത്തി 45:26, Genesis 45:26 says, and they told him saying, Joseph is still alive and he is governor over all the land of Egypt. And Jacob's heart stood still because he did not believe them. ഉൽപ്പത്തി 45:26 പറയുന്നു, അവനോട് യോസഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി, അവൻ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. യോസഫ് ജീവിച്ചിരിക്കുന്നു എന്നും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയായിരിക്കുന്നുവെന്നുള്ള സത്വാർത്ത, ഗുഡ് ന്യൂസ് യാക്കോബ് കേട്ടപ്പോൾ സ്തംഭിച്ചു പോയി, അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ലോകത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിലെല്ലാം നടക്കുന്നത്, കുടുംബങ്ങളിൽ നടക്കുന്നത്, TV ചാനലിൽ കാണുന്നത്, ന്യൂസ് പേപ്പറിൽ വായിക്കുന്നത്, ഓരോ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു സമയമാണ്. See the human tendency, this is the human tendency. By nature we tend to believe bad reports more easily than good reports. നമ്മുടെ ഒരു സ്വഭാവം തന്നെ, മാനവരാശിയുടെ ഒരു സ്വഭാവം തന്നെ, നല്ല റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ ചീത്തയായ, തെറ്റായ റിപ്പോർട്ടുകൾ കേൾക്കാനാണ്. അതാ ന്യൂസ് എന്ന് പറയുന്നത് തന്നെ. TV തുറന്നാലും ന്യൂസ് പേപ്പർ എടുത്താലും ആൾക്കാർ കൂടി വരുന്നിടത്ത്, ജനങ്ങൾ കൂടി വരുന്നിടത്തെല്ലാം നല്ല വാർത്തകളല്ല കേൾക്കുന്നത്. എല്ലായിടത്തും മോശമായ വാർത്തകൾ, ദുഃഖത്തെ കൊണ്ടുവരുന്ന, ഭയത്തെ കൊണ്ടുവരുന്ന, പ്രത്യാശ നഷ്ടപ്പെടുത്തുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. ഇറ്റ് ഈസ് ദിസ് അൺബിലീഫ് ദാറ്റ് മേക്സ് us ineffective, heavy hearted, negative and pessimistic. ഈ അവിശ്വാസമാണ് നമ്മളെ ഫലപ്രദമല്ലാത്ത, നമ്മുടെ ഹൃദയത്തിന് ഭാരത്തെ കൊണ്ടുവരുന്ന നെഗറ്റീവുകളായ വാർത്തകൾ ആണ് നമ്മളുടെ ജീവിതത്തെ വഴിതിരിച്ചു കൊണ്ടുപോകുന്നത്. ആസ് ലോങ് ആസ് വി ആർ ഇൻ ദിസ് സ്റ്റേറ്റ് വി കനോട്ട് എക്സ്പീരിയൻസ് ട്രൂ റിവൈവൽ and rise up to possess our inheritance in Christ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു യഥാർത്ഥമായ ഉണർവിൻ്റെ ഒരു ഫലത്തെ അനുഭവിക്കാൻ, ആ ഉണർവ് മൂലമുണ്ടാകുന്ന ഫലത്തെ അനുഭവിക്കാൻ, ക്രിസ്തുവിലുള്ള നമ്മുടെ നന്മകളെ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത് ചുറ്റുവട്ടങ്ങളിൽ നിന്നും കേൾക്കുന്ന നെഗറ്റീവ് വാർത്തകളാണ്. റിവൈവൽ കംസ് only when we rejoice in our privilege in Christ. ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യേക അവകാശത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുമ്പോഴാണ് റിവൈവൽ വരുന്നത്.
ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നിടത്താണ് റിവൈവൽ ഉണ്ടാകുന്നത്. ക്രിസ്തുവിൻ്റെ വെളിപ്പാട് പ്രസംഗിക്കപ്പെടുന്നിടത്താണ് റിവൈവൽ ഉണ്ടാകുന്നത്. ഈ 168ാമത് റിവൈവൽ നൈറ്റിന് എനിക്ക് പറയാനുള്ള വിഷയം ഇതാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, വിൽ യു നോട്ട് റിവൈവ് അസ് അഗെയിൻ ദാറ്റ് യുവർ പീപ്പിൾ മേ റിജോയ്സ് ഇൻ യു. ദൈവത്തോട് സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, നീ ഞങ്ങൾക്ക് ഉണർവിനെ നൽകിയില്ലേ? എന്തിനാണ്? നിന്നിൽ സന്തോഷിക്കുവാൻ. അപ്പോൾ ഒരു റിവൈവൽ വരുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, അൺഫോർച്ചുനേറ്റ്ലി മോസ്റ്റ് ഓഫ് അവർ ട്രഡീഷണൽ മെസ്സേജസ് ആൻഡ് ടീച്ചിങ്സ് മേക്സ് അസ് ഈവൻ മോർ നെഗറ്റീവ് ഓൾ ദ ടൈം, ഫോക്കസിങ് ഓൺ അവർ ലാക്ക്. നമ്മൾ പാരമ്പര്യമായി കേട്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരി നെഗറ്റീവ് വാർത്തകളെല്ലാം നമ്മുടെ കുറവുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മളിലുള്ള നന്മകളെ, ദൈവം ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങളൊന്നും വാർത്തയല്ലാതെ, ദൈവം മാനവരാശിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന, കർത്താവ് ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ വാർത്തയല്ലാതെ, നടന്നുകൊണ്ടിരിക്കുന്നതും നടന്നതും നടക്കാൻ പോകുന്നതുമായുള്ള തിന്മകളെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടമുള്ളവരും അതിൽ ആശങ്കപ്പെട്ട് ഭയപ്പെട്ട് ജീവിക്കാൻ ഇഷ്ടമുള്ളവരുമായ ഒരു സ്വഭാവത്തിന്റെ അടിമകളായി മാനവരാശി മാറിയിരിക്കുകയാണ്. God is challenging you right now to carry the message who you are in Christ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ക്രിസ്തുവിൽ നിങ്ങൾ ആരെന്നും, ഹു ക്രൈസ്റ്റ് ഇൻ യു, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തു ആരെന്നുമുള്ള തിരിച്ചറിവ് വരുമ്പോൾ, this message is the only answer for the body of Christ to exploit and adventurous acts of God. ഈ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നിന്നുള്ള നന്മകളെ നമ്മൾ അനുഭവിക്കാനും മുന്നോട്ട് പോകാനും പ്രചോദനകരമായ ഒരേ ഒരു കാര്യം, നിങ്ങൾ ക്രിസ്തുവിൽ ആരാണ്. ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചോട്ടെ, അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, ജീവനുള്ള ദൈവം, സർവശക്തനും സർവവ്യാപിയും സൗഖ്യദായകനും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവ്, ആൽഫയും ഒമേഗയുമായവൻ, ആദിയും അന്ത്യവുമായവൻ, തുടക്കത്തിൽ ഒടുക്കത്തെ അറിയുന്ന കർത്താവ്, അമേൻ, യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ, ആ കർത്താവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നും, ആ കർത്താവിൽ നമ്മൾ ആരെന്നും, നമ്മുടെ ഉള്ളിലിരിക്കുന്ന കർത്താവ് ആരെന്നുമുള്ള തിരിച്ചറിവ് നമുക്ക് ഉണർവിനെ കൊണ്ടുവരും. സ്വകാര്യ വ്യക്തി ജീവിതത്തിൽ, ദാമ്പത്യത്തിൽ, കുടുംബത്തിൽ, തലമുറകളും മക്കളും മാതാപിതാക്കളും എല്ലാം ചേർന്ന കുടുംബാന്തരീക്ഷത്തിൽ ഈ ഉണർവിനെ കൊണ്ടുവരുവാൻ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മളുടെ സഭകളിൽ, ശുശ്രൂഷകളിൽ, രാജ്യത്തിൽ, ഭരണാധികാരികളിൽ എല്ലാം ഈ ഉണർവിനെ കൊണ്ടുവരുവാൻ ഇത് പ്രയോജനകരമായി തീരും. ഇന്ന് ഞാൻ ആമുഖമായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ കർത്താവ് നമുക്ക് ഇന്ന് തന്നിരിക്കുന്ന ആലോചനയിലേക്ക് ഞാൻ കടക്കുകയാണ്. മീഖയുടെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം. മീഖ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു. Micah chapter 5 verses 2, but you Bethlehem Ephrathah, though you are little among the thousands of Judah, yet out of you shall come forth to me the one to be ruler in Israel, whose goings forth are from of old, from everlasting. അത് മറ്റൊരു വേർഷനിൽ ഞാൻ വായിക്കാം. Micah chapter 5 verses 2, but you Bethlehem Ephrathah, being small among the clans of Judah, out of you one will come forth to me, that is to be ruler in Israel, whose goings forth are from of old, from everlasting. നീ ഓ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്നും ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനവും തന്നെ. നീ ഓ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്നും ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനവും തന്നെ. ഇത് യേശുക്രിസ്തു ജനിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. യേശുക്രിസ്തു ബേത്ലഹേമിലാണ് ജനിക്കാൻ പോകുന്നത് എന്നുള്ളൊരു പ്രവചനമാണ്. യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ പ്രവാചകനായ മീഖ മുഖാന്തരം ലോകത്തോട് അരുളി ചെയ്തതാണ്, ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും. ഇതാ ഇങ്ങനെ പറയുന്നുണ്ട്, ബീങ് സ്മോൾ അമംഗ് ദ ക്ലാൻസ് ഓഫ് ജൂഡ. യഹൂദ സഹസ്രങ്ങളിൽ യു ആർ സ്മോൾ, യു ആർ ദ ലീസ്റ്റ്. ഔട്ട് ഓഫ് യു വൺ വിൽ കം ഫോർത്ത് ടു മീ, ദാറ്റ് ഈസ് ടു ബി റൂളർ ഇൻ ഇസ്രായേൽ. യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരിക്കുന്ന ബേത്ലഹേമിൽ നിന്നും ഒരുവൻ വരും, ഒരു ഭരണാധികാരി വരും.
ഒരു രാജാവ് വരും എന്ന് പറയുന്നു. അങ്ങനെ ഏകദേശം 800 വർഷങ്ങൾക്ക് ശേഷം ബേത്ലഹേമിൽ യേശു ജനിച്ചു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ ജിയോഗ്രഫിക്കലി എടുത്തു കഴിഞ്ഞാൽ ഒരു കോമ്പസ് വെച്ചാൽ ബേത്ലഹേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെന്റർ ഓഫ് ദ യൂണിവേഴ്സ്. ഏറ്റവും നടുക്കുള്ള ഒരു പ്രദേശമാണ്. അധികം അറിയപ്പെടാത്ത ഒരു ചെറിയ പ്രദേശം, ഒരു ചെറിയ ഗ്രാമം. എന്നാൽ യേശു ജനിച്ചു. യേശു ജനിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ ശിഷ്യനായ മത്തായി മുഖാന്തരം ഇപ്രകാരം പറയുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 2 വേഴ്സസ് 6, But you, Bethlehem, in the land of Judah, are you not the least among the rulers of Judah? For out of you shall come a ruler who will shepherd my people Israel. യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ പ്രവാചകനായ മീഖ മുഖാന്തരം ലോകത്തോട് അരുളി ചെയ്തു, ബേത്ലഹേം ചെറുതാണ്. ആ ചെറിയ സ്ഥലത്ത് നിന്നും ഇസ്രായേലിനെ പരിപാലിക്കുന്നവൻ, ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ വരുമെന്ന് പറഞ്ഞു. യേശു ജനിച്ചതിന് ശേഷം യേശുവിൻ്റെ ശിഷ്യനായ മത്തായി മുഖാന്തരം അത് പറയുമ്പോൾ, പരിശുദ്ധാത്മാവ് അത് പറയുമ്പോൾ ഒരു വ്യത്യാസം അവിടെ കാണാം. യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. മൈഖായിൽ പറയുന്നു, യു ആർ ദ ലീസ്റ്റ് എമംഗ് ദ ക്ലാൻസ് ഓഫ് ജൂഡ. But in Matthew it says you are not the least. How this change came? യഹൂദ സഹസ്രങ്ങളിൽ നീ ചെറുതാണ്, നിന്നിൽ നിന്ന് ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ വരുമെന്ന് പ്രവാചകൻ മുഖാന്തരം ലോകത്തോട് അരുളി ചെയ്തു. എന്നാൽ തൻ്റെ ശിഷ്യനായ മത്തായി മുഖാന്തരം ഇത് രേഖപ്പെടുത്തുമ്പോൾ വരുന്നത്, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്താണ് അങ്ങനെ ഒരു കാര്യം അവിടെ വരാൻ കാരണം? ചെറുതായിരുന്ന ബേത്ലഹേം ചെറുതല്ലാതായി മാറിയത് എങ്ങനെ? It is because of the birth of Jesus Christ. Hallelujah. യേശുവിൻ രാജാതിരാജൻ, കർത്താതികർത്തൻ, ദേവാതിദേവൻ, ന്യായാധിപന്മാർക്കെല്ലാം ന്യായാധിപതിയായവൻ ചെറുതായ ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ ജനിക്കപ്പെട്ട സ്ഥലം ബേത്ലഹേം ലീസ്റ്റ് അല്ല. യു ആർ നോട്ട് ദ ലീസ്റ്റ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ലീസ്റ്റ് അല്ലെങ്കിൽ എന്താണ്? ബെസ്റ്റായി മാറിയിരിക്കുന്നു. ഏറ്റവും ചെറുത് എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഏറ്റവും വലുത് എന്നാണ്. ചെറുതിൻ്റെ ഓപ്പോസിറ്റ് വലുത്, ഏറ്റവും ചെറുതിൻ്റെ ഏറ്റവും വലുതായി മാറിയിരിക്കുന്നു. ആരും അറിയപ്പെടാത്ത, നമുക്കറിയാം, യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചു. ഉത്സവ നാളുകളായിരുന്നതുകൊണ്ട് സത്രത്തിൽ ഇടമില്ലാതിരുന്നു. ആയതുകൊണ്ട് ഒരു പുൽത്തൊട്ടിലാണ് യേശുവിനെ കിടത്തിയത്. അവിടെ യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ ദൂതന്മാർ, ഏഞ്ചൽസ് അഡ്വർടൈസ്ഡ് ദിസ് ന്യൂസ്. സകല മാനവരാശിക്കുള്ള മഹാസന്തോഷം. ഇങ്ങനെ പറയും, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വ ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന് ലൂക്കോസ് 2:10 പറയുന്നുണ്ട്. ഈ സത്വാർത്ത കേട്ടു. ഈ വാർത്ത കേട്ടപ്പോൾ ഇടയന്മാരും രാജാക്കന്മാരുമെല്ലാം യേശുവിനെ കാണാനായിട്ട് കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എ സ്റ്റാർ ലെഡ് ദം. ഒരു നക്ഷത്രമാണ് അവരെ വഴികാട്ടിയായി കൊണ്ടുവന്നത്. യേശു കിടക്കുന്ന ഒരു പുൽത്തൊട്ടിലിൽ, ഒരു മാട്ടുതൊഴുവത്തിൽ, അതിൻ്റെ മുകളിൽ വന്ന് ഈ നക്ഷത്രം നിന്നു. നമുക്ക് കാണാൻ സാധിക്കുക, നക്ഷത്രത്തിന്റെ കണ്ണ് ചിമ്മുകയാണ്. The eye of the star started blinking. Why? Because the superstar is down on the earth. സ്വർഗത്തിന്റെ തേജസ് ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. സൂര്യചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങളെ സൃഷ്ടിച്ചവൻ, സകല തേജസിന്റെ മഹിമയുടെ ഉടയവനായവൻ താഴെ കിടക്കുന്നു. ആ വന്നു നിൽക്കുന്ന നക്ഷത്രം മുകളിൽ നിന്ന് കണ്ണ് ചിമ്മുകയാണ്. കാരണം താഴെ ഈ നക്ഷത്രങ്ങൾക്കെല്ലാം തേജസ് പകർന്നവൻ താഴെ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ,
ആ കാലിത്തൊഴുത്തിൽ യേശു പിറന്നപ്പോൾ we know that the manger is not a place of attraction, but because of the birth of Jesus Christ, that place of distraction became the place of attraction. Now all the people from all over the world started coming to see Jesus in the manger, at the manger. ആ കാലിത്തൊഴുത്തിൽ യേശു പിറന്നപ്പോൾ രാജാക്കന്മാരും ഇടയന്മാരും എല്ലാം യേശുവിനെ കാണാനായി വരുന്നു. നമുക്കറിയാം, അവർ പൊന്നും മൂരും കുന്തിരിക്കവും എല്ലാം കൊണ്ടുവന്നു. ഒരു രാജാവ് കൊണ്ടുവരുമ്പോൾ ഒരു ചെറിയ അളവിലല്ല കൊണ്ടുവരുന്നത്. അവരുടെ രാജ്യത്തിന്റെ സ്റ്റാറ്റസിന്, നിലവാരത്തിന്, സമ്പന്നതയ്ക്ക് അനുസരിച്ച ഒരളവിലാണ് അവർ കൊണ്ടുവന്നത്. നമുക്കറിയാം, ഒരു രാജാവ് വരുമ്പോൾ രാജ്യം മുഴുവൻ വരികയാണ്. യേശു പിറന്ന സ്ഥലത്തേക്ക് രാജാക്കന്മാർ വന്നു. രാജാക്കന്മാർ വരുമ്പോൾ രാജാവിന്റെ അകമ്പടിക്കാർ, സൈന്യങ്ങളെല്ലാം എസ്കോട്ടായി വരും. ഒരു രാജ്യം മുഴുവൻ വരികയാണ് യേശു പിറന്ന സ്ഥലത്തേക്ക്. യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്ന ബേത്ലഹേം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നെല്ലാം ധാരാളം ടൂർ ഓപ്പറേറ്റർമാർ അങ്ങോട്ട് ടൂർ കൊണ്ടുപോകുന്നുണ്ട്. ഏകദേശം 10 ദിവസത്തെ പ്രോഗ്രാമിന് ഏകദേശം 1.25 ലക്ഷം രൂപ ഒരു വ്യക്തിക്ക് വേണ്ടി വാങ്ങുന്നത്. ലോകം മുഴുവനും ലക്ഷക്കണക്കിന് ജനങ്ങൾ യേശു പിറന്ന സ്ഥലത്തെ കാണാൻ അങ്ങോട്ട് പോകുമ്പോൾ വെളിപ്പാടുള്ള ഒരുവൻ ഒരു കാര്യം അറിയാൻ സാധിക്കും. ഈ ബേത്ലഹേം, യേശു പിറന്ന ബേത്ലഹേം ഞാനും നിങ്ങളുമാണ്. യു ആർ ദ ബേത്ലഹേം. കാരണം എന്തെന്നാൽ ജീസസ് ബോൺ ഇൻ യു. യു ആർ ദ ബേത്ലഹേം. ജീസസ് ബോൺ ഇൻ യു. യേശു എന്നിൽ പിറന്നിരിക്കുന്നു. യേശു നിങ്ങളിൽ പിറന്നിരിക്കുന്നു. ചെറുതായിരുന്ന നിങ്ങളിൽ വലിയവനായവൻ വന്ന് പിറന്നപ്പോൾ നിങ്ങളുടെ അവസ്ഥ മാറിയിരിക്കുന്നു. യേശു പിറന്നു കഴിഞ്ഞപ്പോൾ ഒരു നക്ഷത്രം വഴികാട്ടിയായി യേശു പിറന്ന സ്ഥലത്തേക്ക് കാണാൻ വരുന്നവരെ മുഴുവൻ കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു മേഞ്ചർ, ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് ഡാർക്ക്നെസ്. അവിടെ ഒരുപാട് ലൈറ്റ്, സീരിയൽ ലൈറ്റുകളൊന്നും ഇട്ടിരിക്കുന്ന സ്ഥലമല്ല. ബട്ട് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് born in that place, darkness flee from that place. ലോകത്തിന്റെ വെളിച്ചമായി, സാക്ഷാൽ ലോകത്തിന്റെ വെളിച്ചമായി യേശു അവിടെ പിറന്നപ്പോൾ അവിടെ വന്ന ഒരു ചേഞ്ച്, അന്ധകാരം മാറി വെളിച്ചമുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമുക്കറിയാം, കാലിത്തൊഴുത്ത്, പുൽത്തൊട്ടി വൃത്തിയുള്ള സ്ഥലമല്ല, ദുർഗന്ധപൂരിതമായ സ്ഥലം. കന്നുകാലികൾ ഭക്ഷണം കഴിക്കുകയും വിസർജിക്കുകയൊക്കെ ചെയ്യുന്ന ദുർനാറ്റത്തിന്റെ സ്ഥലം. എന്റെയും നിങ്ങളുടെയും ജീവിതം ദുർഗന്ധപൂരിതമായിരുന്നു. നമ്മുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, സ്വന്തം ഭവനക്കാർക്ക്, നാട്ടുകാർക്ക്, നമ്മുടെ ഗ്രാമത്തിലും പട്ടണത്തിലും ഉള്ളവർക്ക്, നമ്മുടെ കൂടെ പഠിച്ചവർക്ക്, കൂടെ ജോലി ചെയ്തവർക്കെല്ലാം ദുർഗന്ധപൂരിതമായൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതം അങ്ങനെയായി പോയത് എൻ്റെ സാക്ഷ്യം കേട്ടിട്ടുണ്ടാവും നിങ്ങളിൽ പലരും. നിങ്ങളിൽ ഓരോരുത്തരും, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം ദുർഗന്ധപൂരിതമായി പോയി. കാരണം എന്തെന്നറിയാം, നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ, തകർച്ചകൾ, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ സംഭവിച്ചു പോയ തെറ്റുകൾ, ദൈവത്തെ അറിയാതിരുന്ന നാളുകളിൽ ലക്ഷ്യമില്ലാതെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ വീണ പടുകുഴി, കുഴഞ്ഞ ചേറ്, നാശകരമായ കുഴിയിൽ നമ്മൾ വീണപ്പോൾ കരം പിടിച്ചുയർത്താൻ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ കൂടെ നടന്നവർ പോലും നമ്മളെ വിട്ടോടിപ്പോയി. അങ്ങനെ ദുർഗന്ധപൂരിതമായ ലോകം, ജഡം, പാപം, പിശാചിന്റെ ചതികളിൽപ്പെട്ട് നമ്മൾ വീണു പോയപ്പോൾ നമ്മൾ ദുർഗന്ധപൂരിതമായൊരു ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ദുർനാറ്റമായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. ഈ കാലിത്തൊഴുത്ത്, ഞാനും നിങ്ങളും ദുർഗന്ധപൂരിതമായൊരു കാലിത്തൊഴുത്തായിരുന്നു. എന്നാൽ യേശു പിറന്നപ്പോൾ സ്വർഗത്തിന്റെ സൗരഭ്യവാസന അവിടെ വന്നു. ഫൗൾ സ്മെൽ മൂവ്ഡ് ചേഞ്ച്ഡ് ഇൻ ടു ഫ്രാഗ്രൻസ് ഓഫ് ഹെവൻ. സ്വർഗത്തിന്റെ സൗരഭ്യവാസനയായി മാറി. അന്ധകാരം മാറി വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. വീണ്ടും ജനനം സംഭവിച്ചപ്പോൾ, ക്രിസ്തു ജനിച്ചപ്പോൾ ദുർഗന്ധം മാറി സൗരഭ്യവാസനയായി. നമ്മൾക്കറിയാം, ഈ കാലിത്തൊഴുത്ത്, ഈ പുൽത്തൊട്ടി, കന്നുകാലികൾ കിടക്കുന്ന സ്ഥലം, അവിടെ വൃത്തിഹീനമായി കിടക്കുന്ന ഒരു സ്ഥലമാണ്, അശുദ്ധമായി കിടക്കുന്ന സ്ഥലമാണ്.
എന്നാൽ രാജാതിരാജൻ, കർത്താതികർത്തൻ, ദേവാതിദേവൻ, ഇസ്രായേലിന്റെ മഹാപരിശുദ്ധൻ ജനിച്ചപ്പോൾ ആ ജനനത്തിൽ അവിടം വിശുദ്ധമായി മാറി. വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ വിശുദ്ധമായൊരു ജീവിതം നയിക്കത്തക്കവണ്ണം ഇസ്രായേലിന്റെ മഹാപരിശുദ്ധൻ നമ്മുടെ ഉള്ളിൽ വന്ന് പിറന്നതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, അശുദ്ധമായതെല്ലാം മാറി വിശുദ്ധമായി തീർന്നു. ലോകത്തിന്റെ പാപം ചുമക്കാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്താൽ കഴുകപ്പെട്ടപ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധമായി മാറി. അടുത്തതായി സംഭവിക്കുന്നത്, ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് ക്രൈ. When the cattle were hungry, they used to cry to attract the attention of the keeper. കന്നുകാലികളെ പരിപാലിക്കുന്ന വ്യക്തിയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി കരയുന്ന ഒരു സ്ഥലമായിരുന്നു. അവർ വിശക്കുമ്പോൾ പട്ടിണി, എന്നെ കേൾക്കുന്ന പലരും ചില നാളുകളിൽ പട്ടിണി കിടന്ന നാളുകളുണ്ട്, വിശന്ന് വലഞ്ഞ നാളുകളുണ്ട്. തൻ്റെ തലമുറയ്ക്ക് ഒരു നേരം നല്ല ആഹാരം കൊടുക്കാൻ കഴിയാതെ, സ്കൂളിലും കോളേജിലും പോകുമ്പോൾ ശരിയായ നല്ല ആഹാരം കൊടുത്തുവിടാൻ കഴിയാതെ ദുഃഖിച്ച മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. അത് കഴിക്കാൻ കഴിയാതെ പ്രയാസത്തിൽ വളർന്നു വന്നിട്ട് തനിക്ക് ലഭ്യമല്ലാത്ത ആഹാരങ്ങൾ മക്കൾക്ക് കൊടുത്ത ആ സംതൃപ്തി, ആ കുറവ് നികത്തുന്ന മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. തനിക്ക് ധരിക്കാൻ കഴിയാത്ത വസ്ത്രങ്ങൾ, നല്ല വസ്ത്രം, തനിക്ക് കിട്ടാത്ത നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുത്ത് തൻ്റെ ദുഃഖം മറയ്ക്കാൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കും. നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ഇടപെടുകയാണ്. ദാരിദ്ര്യം അനുഭവിച്ച ഒരു സ്ഥലത്ത് നിങ്ങളായിരുന്നു. എന്നാൽ യേശു പിറന്നപ്പോൾ രാജാക്കന്മാരും ഇടയന്മാരും അവരുടെ സകല സമ്പത്തുകളും കൊണ്ടുവന്ന് യേശുവിൻ്റെ കാൽച്ചുവട്ടിൽ വെച്ചു. ദാരിദ്ര്യം മാറി, അവിടെ സമ്പന്നതയുണ്ടായി. ശൂന്യതയുടെ സ്ഥലം ശൂന്യത മാറി, ക്രിസ്തു പിറന്നപ്പോൾ നിറവുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇതൊരു പ്രൊഫറ്റിക് മെസ്സേജ് ആണ്. ദിസ് ഈസ് എ പ്രൊഫറ്റിക് മെസ്സേജ്. യു ആർ ബേത്ലഹേം. ഇഫ് യു ആർ ബേത്ലഹേം, ക്രൈസ്റ്റ് ബോൺ ഇൻ യു. Christ, you were the least, but today because of the birth of Jesus Christ, you became the best. You are no more least. You are not the least now because of the birth of Jesus, because of the salvation, because of the forgiveness of sin. രക്ഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് പാപമോചനവും ശാപവിമുക്തിയും രോഗസൗഖ്യവും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹവും ദൈവത്തിൽ നിന്നുള്ള സംരക്ഷണവും നിത്യജീവനുമാകുന്ന രക്ഷയെ പ്രാപിച്ച ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സമൂലമായ മാറ്റമാണ് ഉണ്ടാകുന്നത്. ക്രിസ്തു പിറന്നതുകൊണ്ട് ആ സ്ഥലം ഇപ്പോൾ എന്തായി? ഒരു കാലം നമ്മളെല്ലാം കരഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ധാരാളം കരഞ്ഞതാണ്. ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ രണ്ട് കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് ഒരുപാട് കരഞ്ഞു. ആരും തിരിഞ്ഞു നോക്കാത്ത കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. കരച്ചിൽ കേട്ടവരാരും കയറി വരാതെ അയൽപക്കത്തുള്ളവർ പോലും തങ്ങളുടെ വാതിലുകൾ അടച്ച നാളുകൾ ഞാൻ അഭിമുഖീകരിച്ച വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം തന്നെ ആ സ്ഥലം ഒരു കാലിത്തൊഴുത്ത് എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ അവയ്ക്ക് വിശക്കുമ്പോഴും പ്രയാസമുണ്ടാകുമ്പോഴും കരയുന്ന സ്ഥലമാണ്. ആ കരച്ചിൽ മാറി the place of cry became the place of praise and worship. ഞാനും നിങ്ങളും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ, ഒറ്റപ്പെടലുകളുടെയും നിന്ദയുടെയും പരിഹാസത്തിന്റെയും വേദനകളുടെയും തകർച്ചകളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും മധ്യത്തിൽ കരഞ്ഞ നാളുകളുണ്ട്. ക്രിസ്തു പിറന്നപ്പോൾ, അഥവാ ഞാനും നിങ്ങളും യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥലം കരച്ചിലിന്റെയും പിറുപിറുപ്പിന്റെയും സ്ഥലം, പരാതിയുടെയും പരിഭവത്തിന്റെയും സ്ഥലം ഇന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ, ആരാധനയുടെയും സ്തുതിയുടെയും സ്ഥലമായി മാറി. ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ് വെൻ യു ആർ സേവ്ഡ്. വെൻ യു റിസീവ്ഡ് ജീസസ് ആസ് ദ സേവിയർ ആൻഡ് ലോർഡ് ഇൻ യുവർ ലൈഫ്, ദിസ് ചേഞ്ച് ഹാപ്പൻഡ്. ദ പ്ലേസ് ഓഫ് എംപ്റ്റിനെസ് became the place of fullness. The place of ugliness became the place of holy. The place of foul smell became the place of fragrance of heaven. And the place of darkness became the place of light. And the place of cry, complaining and murmuring became the place of praise and worship. This change happened in our life. And the place of distraction became the place of attraction, and hundreds and thousands of people started coming to see the place where Jesus is born. Tonight, if you receive this prophetic message, this is a good news for you. Automatically the revival will happen in your personal life. When the revival happening in your personal life, it will impart into the relationships of your life.
It will move into your family. It will go all around the places wherever you move. It will go into your ministry. It will go into your job, in your office, in your school, in your college. Whatever places you go with this revelation. I told you Christian life is a life of revelation. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വെളിപ്പാടിന്റെ ജീവിതമാണ്. ഈ വെളിപ്പാട് നിങ്ങൾ അറിഞ്ഞാൽ, യേശു പിറന്ന ബേത്ലഹേമായി നമ്മൾ മാറുമ്പോൾ, ആരാലും അറിയപ്പെടാതിരുന്ന സ്ഥലം ലോകത്തുള്ള എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥലമായി മാറി. എന്നെ കേൾക്കുന്ന പല ദൈവവേലക്കാരും ശുശ്രൂഷകന്മാരും എൻ്റെ ശബ്ദം കേൾക്കും. നിങ്ങൾക്കറിയാം എത്രയോ പേർ ഏതെല്ലാം ദേശങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ എല്ലാ വൻകരകളിൽ നിന്നും നിങ്ങളോടൊന്ന് സംസാരിക്കാൻ, ഒരു പ്രാർത്ഥനയ്ക്കായി, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ, നിങ്ങളുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ, നിങ്ങളുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ എത്രയോ ദൂരം സഞ്ചരിച്ച് ലക്ഷക്കണക്കിന് രൂപ മുടക്കി അവർ വരുന്നു. ഇത് തന്നെയാണ് യേശു പറഞ്ഞ ബേത്ലഹേമിലേക്ക് പോയതുപോലെ. ടുനൈറ്റ് ഐ ഹാവ് എ ഗുഡ് ന്യൂസ്. യു ആർ നോട്ട് ദ ലീസ്റ്റ്, യു ആർ ദ ബെസ്റ്റ്. Because Christ born in you, you became Bethlehem. You cannot be the least. Yes, it was true that you were the least, but because of the birth of Jesus, because of the salvation, because of the born again experience, you became the best. Hallelujah. Amen. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇതാണ് അവിടെ സംഭവിച്ചത്. ഈ ഒരു മാറ്റമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായത്. ക്രിസ്തു പിറന്നു കഴിഞ്ഞപ്പോൾ ദുഃഖം മാറി, സന്തോഷമുണ്ടായി. പരാജയം മാറി, ജയമുണ്ടാകുന്നു. കണ്ണുനീർ മാറി, സന്തോഷിക്കാനുള്ള വഴികൾ തുറന്നു. തകർച്ചകൾ മാറി, വിടുതലുണ്ടായി. രോഗം മാറി, സൗഖ്യമുണ്ടാകുന്നു. ദുഃഖം മാറി, സമാധാനമുണ്ടാകുന്നു. എല്ലാ തകർച്ചകളും മാറി, ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകുന്നു. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് വെൻ യു റിസീവ് ജീസസ് ആസ് ദ സേവിയർ ആൻഡ് ലോർഡ്. ഇത് മതം മാറുന്നതോ ജാതി മാറുന്നതുമല്ല. യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമൂലമായ മാറ്റമാണിത്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾക്കൊരു കാര്യം അറിയാം. ഇവിടെ ക്രിസ്തു പിറന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന്. ഇവിടെ മീഖാ പ്രവാചകൻ മുഖാന്തരം ലോകത്തോട് ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്തു യേശു പിറക്കാൻ പോകുന്ന ബേത്ലഹേമിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഇന്ന് ആ ബേത്ലഹേമായി ഞാനും നിങ്ങളും മാറുമ്പോൾ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ആ ബേത്ലഹേമിനെ കാണാൻ വരുന്നതിന്റെ കാരണം, it is not because of Bethlehem, it is because of the King of the King, the Lord of the Lord, Jesus Christ born in that place. യേശു പിറന്ന ഇടമായി മാറുവാൻ, യേശു പിറന്ന സ്ഥലമായി മാറുവാൻ നമുക്ക് കഴിഞ്ഞു. ഒറ്റ കാര്യം നമുക്കറിയാം, ആ മാട്ടുതൊഴുവത്തിൽ, അല്ലെങ്കിൽ ആ മുന്നണിയിൽ, അല്ലെങ്കിൽ ആ കാലിത്തൊഴുത്തിൽ, ആ പുൽക്കൂട്ടിൽ യേശു പിറന്നപ്പോൾ, that manger became the palace because of the king was born in that place. രാജാതി രാജൻ പിറന്ന സ്ഥലം, പ്രിയപ്പെട്ടവരെ, അത് കൊട്ടാരമായി മാറി. ആ കാലിത്തൊഴുത്ത് അന്ധകാരം നിറഞ്ഞിരുന്ന, ദാരിദ്ര്യം ഉണ്ടായിരുന്ന, അശുദ്ധി നിറഞ്ഞിരുന്ന, ദുർഗന്ധപൂരിതമായിരുന്ന, ആരും തിരിഞ്ഞു നോക്കാത്ത ആ സ്ഥലത്തിന്റെ അവസ്ഥ മുഴുവൻ ക്രിസ്തു പിറന്നതോടുകൂടി, അഥവാ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ജനനം, ബോൺ അഗൈൻ എന്ന ആ അനുഭവത്തിൽ കടന്നു വന്നപ്പോൾ, യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചത് മൂലം ഈ സമൂലമായ മാറ്റമാണ് ഉണ്ടായത്. ആ ബേത്ലഹേം, ആ കാലിത്തൊഴുത്ത് ആയിരുന്ന ഞാനും നിങ്ങളും, ദുർഗന്ധപൂരിതമായിരുന്ന ആ കാലിത്തൊഴുത്ത് ഇന്ന് വിശുദ്ധിയുടെ പ്രതീകമായ ഒരു കൊട്ടാരമായി മാറുവാൻ കാരണം യേശു ജനിച്ചതാണ്. എന്റെയും നിങ്ങളുടെ ഹൃദയത്തിലാണ് യേശു ജനിച്ചത്. ആ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റമുണ്ടാകുമ്പോൾ, ഐ ആൻഡ് യു ആർ നോട്ട് ദ ലീസ്റ്റ്, വി ബിക്കെയിം ദ ബെസ്റ്റ് ബിക്കോസ് ഓഫ് ദ കിങ് ഓഫ് ദ കിങ്, ദ ലോർഡ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പിറന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ലതായി മാറി. നിങ്ങളെ വീട്ടുകാർ കുറ്റപ്പെടുത്തിയേക്കാം, നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ തലമുറയോ നിങ്ങളുടെ കൂട്ടുകാരോ കൂടെ പഠിച്ചവരോ ചുറ്റുമുള്ളവരോ നിങ്ങളെ എല്ലാവരും കൈവിട്ടാലും, ഈ ഒരു ക്രിസ്തീയമായ ഈ അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ, നിങ്ങളെ തള്ളിപ്പറഞ്ഞവരെല്ലാം നിങ്ങളെ തേടി വരുന്ന ഒരു കാലത്തിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. നിങ്ങളെ കുറ്റം പറഞ്ഞവരെല്ലാം, നിങ്ങളെ ദുർഗന്ധം വമിക്കുന്നവരെന്ന് കുറ്റപ്പെടുത്തിയവർ, നിങ്ങളെ കാറിത്തുപ്പിയവർ, നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടച്ചവർ, നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് നിങ്ങളെ നാട്ടിലും വീട്ടിലും ചുറ്റുവട്ടങ്ങളിലെല്ലാം മോശക്കാരാക്കി മാറ്റിയവരെല്ലാം
അവർ തിരുത്തേണ്ട നിലയിലേക്ക് ദൈവം മാറും. ദൈവം നമ്മളെ മാറ്റി. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. ആ കൊലോഷ്യൻസ് 1:27 പറയുന്നു, to them God will to make known what are the riches of the glory of this mystery among Gentiles, which is Christ in you, the hope of glory. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയൊരു വെളിപ്പാടാണ് മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു എൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ഞാനും നിങ്ങളും ദൈവത്തെ ചുമക്കുന്ന, ക്രിസ്തുവിനെ ചുമക്കുന്ന, പുതിയ നിയമത്തിന്റെ മഹിമയെ ചുമക്കുന്ന മന്ദിരമായി മാറിയിരിക്കുന്നു. വീണ്ടും ജനിച്ചൊരു ദൈവ പൈതലെ, നമ്മൾ എപ്പോഴും നെഗറ്റീവ് വാർത്തകൾ കേൾക്കാൻ ഇഷ്ടം, കേട്ടത് വിശ്വസിക്കാൻ ഇഷ്ടം. ഞാൻ അവിടെ നിന്നാ തുടങ്ങിയത്. യോസഫിന്റെയും യാക്കോബിന്റെയും കഥയിൽ നിന്നും ഞാൻ അവിടെ നിന്നാ തുടങ്ങിയത്. എപ്പോഴും ഇന്ന് ലോകത്ത് എവിടെ തിരിഞ്ഞാൽ ഒരു നല്ല വാർത്ത കേൾക്കാനില്ല. നമ്മൾ കേൾക്കുന്നതെല്ലാം ചീത്തയായ വാർത്തകൾ, നെഗറ്റീവ് ന്യൂസസ്. നമ്മൾ വിശ്വസിക്കുന്നത് അനുഭവിക്കുന്നത്. നമ്മൾ എന്ത് കേൾക്കുന്നു, എന്ത് വിശ്വസിക്കുന്നു, അതാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്. ഇന്ന് രാത്രി ഈ സദ്വാർത്ത, ഈ ഗുഡ് ന്യൂസ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, പറയാൻ കഴിയുമോ, എനിക്ക് സുഖമില്ല, എനിക്ക് ഒരിക്കലും സൗഖ്യം കിട്ടുകയില്ല, ഞാൻ ഈ രോഗം കൊണ്ടേ മരിക്കൂ? എങ്ങനെ പറയാൻ കഴിയും? മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു, റാഫ ജഹോവ സൗഖ്യദായകൻ, the doctor of the doctors, the surgeon of the surgeon is in you. He is in you. സകല മാനവരാശിക്കും സൗഖ്യദായകനായ റാഫ ജഹോവ എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ, He made me his healing center. I am the healing center of Rapha Jehovah, because of the doctor of the doctors, the surgeon of the surgeon lives in me. This is the revival message. This message will revive you. ഈ കൊറോണ എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിച്ച് രാവിലെ മുതൽ രാത്രി വരെ 10,000 പ്രാവശ്യം കൊറോണയെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ കാര്യം ഓർമ്മിക്കണം, അത് നമ്മളെ തൊടുകയില്ല. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കും. ഭയപ്പെടുന്നവർക്ക് അത് സംഭവിക്കും, വിശ്വസിക്കുന്നവർക്കോ ദൈവത്തിന്റെ മഹത്വം കാണാൻ സാധിക്കും. എല്ലാ വൈദ്യന്മാർക്കും വൈദ്യനായവൻ, എല്ലാ സർജന്മാർക്കും സർജനായവൻ, റാഫ ജഹോവ സൗഖ്യദായകൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തുവായി കൊലോഷ്യൻസ് 1:27 പ്രകാരം എൻ്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിന്റെ സൗഖ്യത്തിന്റെ കേന്ദ്രമാണ്. ഐ ആം ദ ഹീലിംഗ് സെന്റർ ഓഫ് റാഫ ജഹോവ. വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതലെ, നിന്നെ ബേത്ലഹേമാക്കി മാറ്റിയ ക്രിസ്തുവിന്റെ ജനനത്താൽ വീണ്ടും ജനിച്ച് ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും മാറ്റത്തെ കൊണ്ടുവന്ന കർത്താവ്, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവായി റാഫ ജഹോവ സൗഖ്യദായകനായി നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ, യു ആർ ദ ചാനൽ ഓഫ് ഹീലിംഗ്, യു ആർ ദ ചാനൽ ഓഫ് ബ്ലെസ്സിംഗ്. ഈ ഒരു അനുഗ്രഹം നമ്മുടെ ഉള്ളിൽ വെച്ചതുകൊണ്ടാണ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഗോ ഹീൽ ദ സിക്ക്, റൈസ് ദ ഡെഡ്, ക്ലെൻസ് ദ ലെപ്പേഴ്സ്, കാസ്റ്റ് ഔട്ട് ഡീമൺസ് ആൻഡ് പ്രൊക്ലെയിം ഗോസ്പൽ. എങ്ങനെയാണെന്ന്? പോകുക, രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികൾക്ക് സൗഖ്യമാക്കുക, സുവിശേഷത്തെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞതിന്റെ കാരണം, ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമെന്ന് യേശു അരുളി ചെയ്യാൻ കാരണം എന്തെന്നാൽ, മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അവൻ ആ മലയിലും ഈ മലയിലുമല്ല. ഈ ലോകത്തെ മുഴുവൻ ഒറ്റ വാക്കിനാൽ സൃഷ്ടിച്ച ദൈവത്തിന് മാനവരാശി ഉണ്ടാകട്ടെ എന്ന് ഒരു വാക്കിനാൽ ഈ പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് ജനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ആ പിതാവായ ദൈവം തൻ്റെ കരം കൊണ്ട് ഒന്നിനെ മാത്രമേ മെനഞ്ഞുള്ളൂ. ആകാശത്തെയും ഭൂമിയെയും സാഗരത്തെയും സൂര്യചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങളെയും പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും എല്ലാം വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവം തൻ്റെ കരം കൊണ്ട് ഒരു ആലയത്തെ പണിതു. തൻ്റെ കരം കൊണ്ടൊന്നിനെ മെനഞ്ഞു. കാരണം എന്തെന്നറിയോ? മനുഷ്യന്റെ കരം കൊണ്ട് നിർമ്മിച്ചതിൽ അവൻ വസിക്കുന്നില്ല. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. സകലർക്കും ജീവനും ശ്വാസവും സകലവും നൽകുന്നവൻ ദൈവകരങ്ങളെ ശുശ്രൂഷ ആഗ്രഹിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, മനുഷ്യനുണ്ടാക്കിയ കെട്ടിടത്തിന്റെ ഉള്ളിൽ അല്ല കർത്താവ് വസിക്കുന്നത്. ദൈവം വസിക്കുന്നത് തൻ്റെ കരത്താൽ മെനഞ്ഞ ആലയത്തിലാണ്. ബൈബിൾ പറയുന്നു, യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമത്രേ. 2 കൊരിന്ത്യർ 3:16 പറയുന്നു, ഡു യു നോട്ട് നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡ്വെൽസ് ഇൻ യു.
നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. വീണ്ടും 2 കൊരിന്ത്യർ 6:16 പറയുന്നു, and what agreement has the temple of God with idols? For you are the temple of living God, as God has said it, I will dwell in them and walk among them. I will be their God and they shall be my people. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുന്നു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ആ സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമാക്കി സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അഖിലാണ്ടത്തിന്റെ ഉടയവൻ ജീവനുള്ള ദൈവം വസിക്കുന്ന മന്ദിരമാണ് എന്റെയും നിങ്ങളുടെയും ശരീരം. വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന്റെ ശരീരം. രക്ഷിപ്പിലൂടെ പാപമോചനവും ശാപവിമുക്തിയും രോഗസൗഖ്യവും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹവും ദൈവത്തിലുള്ള സംരക്ഷണവും നിത്യജീവനുമാകുന്ന രക്ഷയെ വിശ്വാസത്താൽ പ്രാപിച്ച ഒരു ദൈവ പൈതലിന്റെ ശരീരം. ഇറ്റ് became the temple of Holy Spirit. It became the temple of God. So Almighty God, the creator of the universe, dwells in you. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ആ ഒരു വെളിപ്പാട് സ്വീകരിച്ച ഒരു ദൈവ പൈതലിന്റെ നമ്മളുടെ ചിന്തയാണ്, യുവർ ആറ്റിറ്റ്യൂഡ് വിൽ ഡിസൈഡ് യുവർ ആൾട്ടിറ്റ്യൂഡ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയെ വളർച്ചയെ നിശ്ചയിക്കുന്ന നിങ്ങളുടെ മനോഭാവമാണ്. വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്? യുവർ ആറ്റിറ്റ്യൂഡ് വിൽ ഡിസൈഡ് യുവർ ആൾട്ടിറ്റ്യൂഡ് ഇൻ യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നെഗറ്റീവ്, കേൾക്കുന്നത് നെഗറ്റീവ്, കാണുന്നത് നെഗറ്റീവ്, നമ്മൾ വിശ്വസിക്കുന്നത് നെഗറ്റീവ്, പറയുന്നത് നെഗറ്റീവ്, ആ ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതാണ് നമ്മളെ, ആ മേഘമാണ് നമ്മളെ മൂടുന്നത്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്ന ഈ ഗുഡ് ന്യൂസ്, ഈ സത്വാർത്ത, ലളിതവും എന്നാൽ ഗൗരവമായതുമായ ഈ സത്വാർത്ത, ഈ വെളിപ്പാടുകൾ, പുതിയ നിയമത്തിന്റെ ക്രിസ്തുവിലുള്ള വെളിപ്പാട് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ മൂടി വെച്ചിരിക്കുന്ന കാർമേഘ പടലങ്ങൾ മാറുന്ന ഒരു സ്വർഗീയ കാറ്റാണ് ഇന്ന് ഈ വെളിപ്പാട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ നിങ്ങൾക്ക് ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ മന്ദിരമായി നിങ്ങളുടെ ശരീരം പിശാചിന്റെ വേസ്റ്റ് ബാസ്കറ്റ് അല്ല. It is not a dustbin of devil to put all the sickness in your body. Your body is the holy temple of holy God. പരിശുദ്ധ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. യുവർ ബോഡി, യു ആർ ദ ഹീലിംഗ് സെന്റർ ഓഫ് റാഫ ജഹോവ. അതിന്റെ അർത്ഥം എന്തെന്ന് പറയട്ടെ? നിങ്ങൾക്കുള്ള സൗഖ്യമല്ല, ലോകത്തിന് മുഴുവൻ കൊടുക്കാനുള്ള സൗഖ്യത്തെ നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നു. ഇന്ന് മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു വസിക്കുന്ന നിങ്ങളുടെ കരം വേണം ആ കർത്താവിന് ഒരാളെ തൊടാൻ. നിങ്ങളുടെ കാല് വേണം കർത്താവിന് ഒരു ആശുപത്രിയിലേക്കൊന്ന് നടന്നു ചെല്ലുവാൻ. ക്യാൻസർ വാർഡുകളിലും മെഡിക്കൽ കോളേജുകളും റീജിയണൽ ക്യാൻസർ സെന്ററുകളിലും എല്ലാം കിടന്ന് നരകയാതന അനുഭവിക്കുന്ന വ്യക്തികളോട് ഈ സത്യസുവിശേഷത്തെ പറയുവാൻ, അവരെ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കുവാൻ അവരുടെ മുമ്പിലേക്ക് നിങ്ങൾ നടന്നു പോകുമ്പോഴാണ് ക്രിസ്തുവിനെയും ചുമന്നുകൊണ്ടാണ് ഒരു ദൈവ പൈതൽ, ഒരു ദൈവ വേല ചെയ്യുന്ന ഒരു വ്യക്തി ആ റാഫ ജഹോവയുടെ സൗഖ്യത്തിന്റെ കേന്ദ്രം, ഹീലിംഗ് സെന്ററായ ഒരു വ്യക്തി മൂവ് ചെയ്യുമ്പോൾ, when he moves, God moves and the healing moves. നമ്മൾ ഓരോരുത്തരും പറയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രസംഗിക്കുന്നവർ പോലും അനവധി പേർ നമ്മൾ പറയും, എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനവും ഇല്ല, ഞാൻ സ്റ്റേജിൽ നിന്ന് പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നു. സത്യം അതാണോ? പ്രശ്നങ്ങളുടെ ഞെരുക്കത്തിന്റെ നടുവിൽ ഒരുപാട് പ്രതിസന്ധികളും കാരണം ദൈവത്തിന്റെ മക്കൾ, ദൈവ വേലക്കാർ ഒരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ആ യുദ്ധക്കളത്തിൽ ധാരാളം ശത്രുവിന്റെ ആയുധങ്ങൾ നമുക്ക് നേരെ വരും. എന്നാൽ ശത്രുവിടുന്ന ആയുധത്തിനേക്കാൾ എത്ര പവർഫുള്ളായ വെപ്പണാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല, രക്ഷിക്കപ്പെട്ടിട്ട് സമാധാനം ഇല്ല എന്ന് ഞാൻ പറയുന്നത് അറിയാതെ പറയുന്നതാണ്, അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല. കാരണം കേട്ട നെഗറ്റീവുകൾ, കണ്ട നെഗറ്റീവുകൾ, വിശ്വസിച്ച നെഗറ്റീവുകൾ പ്രസ്താവിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, സകല മാനവരാശിക്കുമുള്ള മഹാസന്തോഷം എൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ദുഃഖിതനാകാൻ കഴിയും? എനിക്കോ എൻ്റെ ജീവിത പങ്കാളിക്കോ എൻ്റെ തലമുറയ്ക്കോ എൻ്റെ മാതാപിതാക്കൾക്കോ എൻ്റെ കുടുംബത്തിനോ മാത്രമുള്ള സന്തോഷത്തെ അല്ല ഞാൻ ചുമക്കുന്നത്, സകല മാനവരാശിക്കുമുള്ള മഹാസന്തോഷം എന്നിൽ പിറന്നിരിക്കുന്നു. സകല മാനവരാശിക്കുള്ള മഹാസന്തോഷത്തെ ഞാൻ ചുമക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ല എന്ന് ഞാൻ പറയുന്നത് സത്യമല്ല. ഞാൻ നുണയനായ പിശാച്, he is the father of lie. Whenever he opens his mouth, he lies. I heard the lie, I believed the lie, I started proclaiming the lie. That was my attitude. That controlled my life. അതെന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി. സകല മാനവരാശിക്കുമുള്ള മഹാസന്തോഷം എൻ്റെ ഉള്ളിൽ പിറന്നിരിക്കുന്നു. ഇനി മറ്റൊന്നുകൂടി, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു,
ആ അത്ഭുതങ്ങളെ ചെയ്യുന്ന അത്ഭുത മന്ത്രി എൻ്റെ ഉള്ളിലിരിക്കുന്നു. എൻ്റെ ജീവിതം ഒരു അത്ഭുതമാണ്. എൻ്റെ ജീവിതം പണ്ട് താറുമാറായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഓരോ പ്രഭാതവും, ഓരോ പകലും, ഓരോ രാത്രിയും അത്ഭുതങ്ങളുടേതാണ്. അത് ഞാൻ മൂലമല്ല, എൻ്റെ ഉള്ളിൽ അത്ഭുതങ്ങളുടെ മന്ത്രി ഇരിക്കുന്നു. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ വീര്യപ്രവൃത്തികൾ കാണുന്നു, കാരണം വീരനാം ദൈവം എൻ്റെ ഉള്ളിലിരിക്കുന്നു. നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. ഞാൻ പറഞ്ഞത് ശരിയാണോ? ഈ സകല ലോകത്തിനുമുള്ള സമാധാനത്തെ കൊടുക്കുന്ന സമാധാനത്തിന്റെ പ്രഭു വസിക്കുന്നത്, പിറന്നിരിക്കുന്നത് വീണ്ടും ജനനത്തിലൂടെ എൻ്റെ ഉള്ളിലാണ്. അപ്പൊ സകല മാനവരാശിക്കുമുള്ള സമാധാനത്തിന്റെ ഉറവിടമായ ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ, ദൈവ പൈതലേ, ഇന്ന് എന്നെ കേൾക്കുമ്പോൾ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും പല സഭകളിൽ പോയി ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടും ആ വചനങ്ങളെ ഒന്നും സ്വീകരിക്കുകയോ അതിന്റെ നന്മയെ സ്വീകരിക്കുകയോ ചെയ്യാതെ, വചനത്തിന്റെ വെളിപ്പാടുകൾ ഉൾക്കൊള്ളാതെ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ലോകത്തിൽ കാണുന്നത് മാത്രം മാംസക്കണ്ണുകൊണ്ട് കണ്ട്, കാരണം അങ്ങനെ നിങ്ങൾ അതിനെ വിശ്വസിച്ച് നിങ്ങൾ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല. സത്യമതല്ല, സത്യമതല്ല. സത്യം എന്തെന്നാൽ സകല മാനവരാശിക്കുമുള്ള സമാധാനം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. ബിക്കോസ് ദ പ്രിൻസ് ഓഫ് പീസ് ലിവ്സ് ഇൻ യു ഇൻ ദ ഫോം ഓഫ് ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹിമയെ നമ്പിക്കാன ക്രിസ്തു ഉങ്ങൾക്കുള്ളിൽ ഇരിக்கிறார். സകല മാനവരാശിക്കുമുള്ള മഹാസന്തോഷം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. Christ the hope of glory in you, because you are Bethlehem, Christ born in you, Jesus born in you. നിങ്ങളുടെ പഴയ മനുഷ്യനല്ല ഇന്ന്, നിങ്ങളുടെ പഴയ സാഹചര്യമല്ല ഇന്ന്, നിങ്ങളുടെ പഴയ അവസ്ഥയല്ല ഇന്ന്. നിങ്ങളുടെ അന്ധകാരം മാറി വെളിച്ചമായിരിക്കുന്നു. Jesus came to this world as the light of the world and he made you the light of the world. ലോകത്തിന്റെ വെളിച്ചമായി ഭൂമിയിൽ വന്ന് എന്നെയും നിങ്ങളെയും ലോകത്തിന്റെ വെളിച്ചമായി മാറ്റി. ക്രിസ്തുവിന്റെ വെളിച്ചമാണ് എന്നിൽ നിന്നും പ്രകാശിക്കുന്നത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞത്, ആ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വെളിച്ചമാണ് എന്നിൽ നിന്നും പ്രകാശിക്കുന്നത്. ഞാനും നിങ്ങളും അന്ധകാരത്തിൽ നിന്ന് എൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ദൈവത്തിന്റെ ഭവനക്കാരും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളുമാക്കി. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും മെതിക്കാനുള്ള അധികാരം ലഭിച്ചവരായി, സ്വർഗത്തിന്റെ സ്ഥാനാപതികളായി, ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായി മാറി. ആമേൻ. ഒരൊറ്റ കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം നെഗറ്റീവുകളാണ്. കാരണം ഈ ലോകത്തിൽ കേൾക്കുന്നതെല്ലാം നെഗറ്റീവ് വാർത്തകൾ. തന്റെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്ന മകനെ കുറിച്ച് യാക്കോബ് തന്റെ മക്കളിൽ നിന്ന് തന്നെ ആ വാർത്ത കേട്ടപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നല്ല വാർത്തകളെ വിശ്വസിക്കാൻ കഴിയാത്തൊരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. നമുക്കെപ്പോഴും മനുഷ്യന്റെ നൈസർഗികമായ ജന്മസിദ്ധമായൊരു വാസനയുണ്ട്. എന്തെന്ന് വെച്ചാൽ നെഗറ്റീവുകളെ പിടിക്കുക, കേൾക്കുന്നത് അതിനോട് താല്പര്യം, അത് വിശ്വസിക്കുന്ന താല്പര്യം, അതിൻപടിയെ അത് മറ്റുള്ളവരോട് പറയാൻ താല്പര്യം, അതിൻപടി ജീവിക്കാൻ ഒരു താല്പര്യം. അതല്ല നമുക്ക് വേണ്ടത്. കർത്താവ് എന്ത് പറയുന്നു, ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു എന്നാണ് ഒരു ദൈവവൈതൽ നോക്കേണ്ടത്. ലോകം എന്ത് പറയുന്നു, നാട്ടുകാരെന്ത് പറയുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ളവർ എന്ത് പറയുന്നു എന്ന് നോക്കിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. ദൈവത്തിന്റെ വചനം നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു, കർത്താവ് നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു, യേശു നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു. Today Holy Spirit says you are the temple of Holy Spirit. You are my temple. പരിശുദ്ധാത്മാവ് നീ എൻ്റെ ആലയമാണ്. You are the holy temple of a holy God. You cannot be unholy. ഈ ഒരു അറിവ് നമുക്കുണ്ടാകുമ്പോൾ, ഞാൻ പരിശുദ്ധ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാണെന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ഇതിൽ അഴുക്ക് പുരട്ടാൻ ഞാൻ സമ്മതിക്കുമോ? അങ്ങനെയാ നമുക്ക് നമ്മുടെ ശ്രമത്താലല്ല, ഈ വിശ്വാസത്താൽ, ഈ മനസാക്ഷിയാൽ വിശുദ്ധ ദൈവത്തിന്റെ പരിശുദ്ധ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാണെന്നുള്ള ആ അറിവും ആ ഉറപ്പും ആ വെളിപ്പാടും ഞാൻ ചുമക്കുമ്പോൾ എനിക്ക് അശുദ്ധിയെ തൊടാൻ കഴിയാതെ വരും. ഞാൻ അശുദ്ധിയിൽ കിടന്നവനാ, അശുദ്ധി കണ്ടവനാ, അശുദ്ധിയെ തൊട്ടവനാ, അശുദ്ധിയെ രുചിച്ചവനാ. എന്നാൽ ഇന്ന് അതെനിക്ക് കാണുമ്പോൾ അറപ്പ് വരുന്നതിന്റെ കാരണം ഈ വെളിപ്പാട് എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനം, ഇന്ന് രാത്രി നിങ്ങൾക്ക് അസുഖമാണെങ്കിൽ ഈ തിരിച്ചറിവ്, ഈ വെളിപ്പാട് ആ നുണയെ തള്ളി പുറത്തു കളയും. സത്യമായത് വരുമ്പോൾ അസത്യമായത് മാറിപ്പോകും. വെളിച്ചം വരുമ്പോൾ അന്ധകാരം മാറും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിടുതൽ ഇന്ന് രാത്രി കടന്നു വരട്ടെ. നിങ്ങൾ സൗഖ്യത്തിന്റെ കേന്ദ്രമാണ്. യു ആർ ദ ഹീലിംഗ് സെന്റർ ഓഫ് റാഫ ജഹോവ. രോഗശൈലിയിലായിരിക്കുന്നവർ, രോഗത്തെ ഭയപ്പെടുന്നവർ, ഈ പാൻഡമിക്കിനെ ഭയപ്പെടുന്നവർ, ഇതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നവരോട് ഞാൻ ഒറ്റ കാര്യം പറയുക,
നിങ്ങൾ ഈ കാണുന്നതല്ല പറയേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് എന്തെന്നാണ് പറയേണ്ടത്. ദൈവം ഭൂമിയിൽ ഇരുട്ടിനെ കണ്ടു. ദൈവം ഇരുട്ടിനെ കുറിച്ച് ഒന്നും, പിതാവായ ദൈവം ഇരുട്ടിനെ കുറിച്ച് ഒരു വാക്ക് മിണ്ടുന്നില്ല. ലെറ്റ് ദെയർ ബി ലൈറ്റ്. കണ്ടത് പറഞ്ഞില്ല ദൈവം, വേണ്ടത് പറഞ്ഞു. വേണ്ടത് പറയുമ്പോൾ സൃഷ്ടിപ്പിന്റെ അധികാരം, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ജീവനുള്ള ദൈവം എൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഞാൻ പറയുന്ന വാക്ക് ദൈവത്തിന്റെ വാക്കാണ്. When I speak, God speaks. When I touch, God touches. When I move, God moves. When I smile, God smiles. When I cry, God cries. Because Christ in me, my nature is Christ nature. ഈ തിരിച്ചറിവാണ്. ഈ വാർത്ത പ്രസംഗിക്കുന്നിടത്ത് റിവൈവൽ ഉണ്ടാകൂ. ഉണർവ് കുടുംബത്തിൽ ഉണ്ടാകണമെങ്കിൽ, വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, ബിസിനസ്സിൽ ഉണ്ടാകണമെങ്കിൽ, ശുശ്രൂഷയിൽ ഉണ്ടാകണമെങ്കിൽ, ദേശത്തിൽ ഉണർവ് കാണണമെങ്കിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കണം. ക്രിസ്തുവിലുള്ള വെളിപ്പാടിനെ പ്രസംഗിക്കണം. ഇത് പ്രസംഗിക്കുന്ന സഭകൾ ആയിരക്കണക്കിന് ജനം വന്നുകൂടി ഉണർവിനെ നമ്മൾ കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നിടത്ത് ഉണർവുണ്ടാകും. വേറെ ഒന്നുമല്ല ഉണർവിന്റെ വഴി. ക്രിസ്തുവിനെ പ്രസംഗിക്കുക, ക്രിസ്തുവിനെ സ്വന്തം ജീവിതം കൊണ്ട് പ്രദർശിപ്പിക്കുക. എന്റെ ജീവിതം ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്നതായിരിക്കണം. പാപത്തെ പ്രദർശിപ്പിക്കുന്നതായിരുന്നു, ഇരുട്ടിനെ പ്രദർശിപ്പിക്കുന്നതായിരുന്നു, പരാജയത്തെ പ്രദർശിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ, ഞാൻ ആമേൻ ഏറ്റവും ലീസ്റ്റ് ആയിരുന്ന എന്നെ ബെസ്റ്റാക്കി മാറ്റിയത് ദ കിങ് ഓഫ് ദ കിങ്, ആ രാജൻ, രാജാതിരാജൻ, ദേവാതിദേവൻ, കർത്താതികർത്തൻ, ന്യായാധിപന്മാർക്കെല്ലാം ന്യായാധിപനായ പരിശുദ്ധ ദൈവം ഈ അശുദ്ധ മന്ദിരത്തിൽ വന്നു. ആ പരിശുദ്ധ ദൈവം വന്നപ്പോൾ അശുദ്ധി മാറി വിശുദ്ധി ഉണ്ടായി, നുണ മാറി സത്യമായി, പരാജയം മാറി ജയമായി, തകർച്ച മാറി വിടുതലായി, താഴ്ച മാറി ഉയർച്ചയായി, നിന്ദ മാറി മഹിമയായി മാറി. ഇത് ക്രിസ്തുവിനാൽ സംഭവിച്ചത്. നമ്മുടെ പ്രവൃത്തിയാലല്ല, നമ്മുടെ പാരമ്പര്യത്താലല്ല. വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ രക്തത്താൽ അത്രേ. യേശുവിന്റെ പുണ്യാഹ രക്തം എന്റെ പാപങ്ങളെ കഴുകി അശുദ്ധനായി എന്നെ വിശുദ്ധനാക്കി മാറ്റി. വേറൊരു വഴിയുമില്ല. കർമ്മം കൊണ്ട് ഒന്നും സാധിക്കില്ല. ഏതെങ്കിലും നദിയിൽ പോയി മുങ്ങിക്കുളിച്ചിട്ട് കാര്യമില്ല, വേറെ ഏതെങ്കിലും മല കയറിയിട്ട് കാര്യമില്ല, കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ചെയ്തിട്ട് കാര്യമില്ല. ഞങ്ങളെല്ലാം ഇതെല്ലാം ചെയ്ത് പരാജയപ്പെട്ട വ്യക്തികളാണ്. ജീവിതത്തിൽ വഴിമുട്ടുന്ന നാളുകളിൽ ഓരോരുത്തർ പറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ച് ഇതെല്ലാം ചെയ്ത് ഉള്ളതുകൂടി നഷ്ടപ്പെടുകയും വീണ്ടും കടം വാങ്ങിച്ച ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്ത് തകർന്നു പോയ മനുഷ്യരാണ് ഞങ്ങളെല്ലാം. ഒരു സുപ്രഭാതത്തിൽ പ്രസംഗകരായി അവതരിച്ചതല്ല, ഞങ്ങൾ കണ്ടതും തൊട്ടറിഞ്ഞതും അനുഭവിച്ചതുമായ സാക്ഷ്യത്തെ പ്രഘോഷിക്കുക എന്നുള്ള ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ ദൗത്യം. ആ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിനായി ഞങ്ങളാൽ ആവും വിധം നിൽക്കുമ്പോൾ ഈ വേദനകളിലൂടെ കടന്നുപോയതാ ഞങ്ങളെല്ലാം. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദര, എൻ്റെ സഹോദരിയെ, മക്കളെ, നിങ്ങളുടെ കണ്ണുനീരെന്തെന്ന് ദുഃഖം ഞങ്ങൾ അനുഭവിച്ചവരാ, നിന്ദ എന്തെന്ന് ഞങ്ങൾ അനുഭവിച്ചവരാ, കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും എന്തെന്ന് അനുഭവിച്ചവരാ, കടബാധ്യത എന്തെന്നും കുടുംബത്തിൽ ആത്മഹത്യകൾ എന്തെന്നും കണ്ടവരാ, പകച്ചു നിന്നവരാ. കുഞ്ഞുങ്ങളുമായി ആത്മഹത്യക്ക് പോയൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിത പങ്കാളി ആത്മഹത്യ ചെയ്തു, കടബാധ്യതകളിൽപ്പെട്ടു, വലിയ ബിസിനസ്സുകളിൽ തകർച്ചകൾ ഉണ്ടായി, ഗുണ്ടകളുടെ വധഭീഷണികൾ, കോടതി കേസുകൾ, ധാരാളം സമൻസുകൾ, വാറണ്ടുകൾ, നിന്ന് തിരിയാൻ കഴിയാതെ വന്നു. നിന്നിടത്ത് മണ്ണൊലിച്ചു പോയി, എല്ലാവരാലും ഒറ്റപ്പെട്ടു. ആ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന എൻ്റെ സഹോദര, പണം നഷ്ടപ്പെട്ടെല്ലാം കടത്തിലായിരിക്കുന്ന എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരിയെ, കുഞ്ഞുങ്ങളെ, ആ വേദനകളിലൂടെ കടന്നുപോയി ഞങ്ങളെ വിടുവിച്ചൊരു യേശുവിനെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ആ യേശുവിന്റെ കയ്യിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കുമ്പോൾ, ഈ രക്ഷിപ്പ് നിങ്ങളുടെ ഇതിൽ വരുമ്പോൾ, ലീസ്റ്റ് ആയിരുന്ന നിന്നെ ദ ബെസ്റ്റ് ആക്കി മാറ്റും. ഏറ്റവും മോശമായിരുന്ന നിന്നെ ഏറ്റവും നല്ലതാക്കി മാറ്റും. ആ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്ന് പിറക്കുമ്പോൾ, ബേത്ലഹേം, യു ആർ നോ മോർ ദ ലീസ്റ്റ്, ദാറ്റ് മീൻസ് യു ആർ ദ ബെസ്റ്റ്. ഐ ആം ബേത്ലഹേം, യു ആർ ബേത്ലഹേം. Why? Because Christ born in you. Hallelujah. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 31 പറയുന്നു, തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയിലെ ആളുകളോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അവരെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതുകളിൽ നിന്ന് വന്നുവല്ലോ. ഇതാ, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. ഇവിടെ ഇതാ. എവിടെ? Luke 11:31 says the king of
the south will rise up in the judgment with the men of this generation and condemn them, for she came from the ends of the earth to hear the wisdom of Solomon, and indeed greater than Solomon is here. ശലോമോനേക്കാൾ വലിയവൻ ഇവിടെ. എവിടെ? In you. It is about you. It's about a born again. If you are a born again, നിങ്ങൾ വീണ്ടും ജനിച്ചൊരു ദൈവ പൈതലാണെങ്കിൽ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് വചനപ്രകാരം വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ശലോമോനേക്കാൾ ജ്ഞാനിയായവൻ. നിങ്ങൾക്കറിയാം, ശെബാരാജ്ഞി ശലോമോൻ ഇന്ന് വരെ ആരും കൊടുത്തിട്ടില്ലാത്തത്ര സമ്പത്തുകൾ കൊടുത്തു. ശലോമോന്റെ ജ്ഞാനം കേട്ടപ്പോൾ ആ ശലോമോന് ദൈവജ്ഞാനം കൊടുത്തു. ആ ദൈവത്തിന്റെ ജ്ഞാനം കേൾക്കാൻ രാജ്ഞി ശലോമോനെ വിളിച്ചു വരുത്തി രാജ്യസമ്പത്തിന്റെ വലിയൊരു ഭാഗം കൊടുത്തു വിട്ടെങ്കിൽ, ഞാൻ സമ്പത്ത് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഇതിലേക്കല്ല നിങ്ങളെ നയിക്കുന്നത്, നല്ലത് കിട്ടട്ടെ. ദൈവത്തിന്റെ ജ്ഞാനം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. അജ്ഞാനത്താൽ അബദ്ധങ്ങൾ പറ്റി തകർന്നു പോയവരെ, എന്ത് ചെയ്യണമെന്നറിയാതെ വേണ്ടാത്ത ബിസിനസ്സുകൾ ചെയ്ത് തകർന്നു പോയവർ, വേണ്ടാത്ത ബന്ധങ്ങളിൽ കുരുങ്ങിയവർ, ഉണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെട്ടവർ, പലതും വിറ്റ് മുടിച്ചവർ, പലതും കടം വാങ്ങിക്കൂട്ടി കടത്തിൽപ്പെട്ടവരെ, ജ്ഞാനമില്ലാതെ പോയെങ്കിൽ, ശലോമോനേക്കാൾ ജ്ഞാനിയായ ആ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം വേണമെങ്കിൽ, ഇന്ന് വരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തൊരു വ്യക്തിക്ക് ഒരു പ്രവാചകന്റെയും ഒരു ഭാവി പറയുന്നവന്റെയും പിന്നാലെ ഓടണ്ട. ഈ ജ്ഞാനത്തിന്റെ സകല ജ്ഞാനത്തിന്റെ ഉറവിടമായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വരും. യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, രാജ്ഞി ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ വന്നെങ്കിൽ, ഈ ലോകത്തിന്റെ ഭരണാധികാരികൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിനോട് ചോദിക്കുന്ന കാലത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയും, ഈ അന്ത്യകാലം സഭകളെ തേടി ഭരണാധികാരികൾ വരും. ലോകം മുഴുവൻ അട്ടർ കൺഫ്യൂഷൻസ് വരും, ആശയക്കുഴപ്പങ്ങളിൽ നിൽക്കും. ഭരണാധികാരികൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരുന്നൊരു കാലം ആയിരിക്കുന്നു, വരാൻ പോകുകയല്ല, ആയിരിക്കുന്നു. എന്ത് ചെയ്യാം, ജനത്തെ എങ്ങനെ രക്ഷിക്കാം, എങ്ങനെ മുമ്പോട്ട് പോകാം, എല്ലാ സാമ്പത്തിക ഘടനകൾ തകരും. രാജ്യങ്ങൾ മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് സഭ എഴുന്നേൽക്കുന്നത്. ഒരു ദൈവ പൈതലിന്റെ മേലിരിക്കുന്ന പ്രകാശം പരക്കാൻ പോകുന്ന സമയമാണ്. ആ റിവൈവലാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുള്ളവർ മാത്രമല്ല, സംസ്ഥാനത്തെ ഭരിക്കുന്നവർ, രാജ്യത്തെ ഭരിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിലുള്ളവർ ദൈവ പൈതലിന്റെ ജ്ഞാനത്തെ തേടി, ദൈവത്തിന്റെ ജ്ഞാനത്തെ തേടി ദൈവ പൈതലിന്റെ അടുക്കൽ വരുന്ന ഒരു സമയമായിരിക്കുന്നു. യഥാർത്ഥമായ റിവൈവൽ അവിടെയാ സംഭവിക്കുന്നത്. സഭയെ തേടി ഓടി വരും ഭരണാധികാരികൾ, എസ്കോട്ടോടുകൂടി സഭയെ തേടി വരും. ഇത് കുറിച്ചു വെച്ചോ. കാരണം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ദൈവമക്കൾ, കാരണം നമ്മുടെ ഉള്ളിൽ ശലോമോനേക്കാൾ ജ്ഞാനിയായ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഇരിക്കുന്നു. വീണ്ടും പറയുന്നു, ഗ്രേറ്റർ ദാൻ ജോന ഈസ് ഇൻ യു. ലൂക്ക് chapter 11 verses 32, the men of Nineveh will rise up in the judgment with this generation and condemn it, for they repented at the preaching of Jonah, and indeed a greater than Jonah is here. യോനയേക്കാൾ വലിയവൻ. നമുക്കറിയാം, നമ്മൾ ഒരുപാട് റിവൈവൽ പഴയ നിയമത്തിലൊക്കെ കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ പ്രസംഗത്തിൽ പോലും നടന്നിട്ടില്ലാത്തൊരു ഭയങ്കരമായ റിവൈവൽ യോനായുടെ പ്രസംഗത്തിൽ കണ്ടത്. ഒറ്റ പ്രസംഗം, ഒരു പട്ടണം മുഴുവൻ, നിനവെ മുഴുവൻ മാനസാന്തരപ്പെട്ടു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ഈ ഒരു വെളിപ്പാടോടുകൂടി ദൈവവചനം പ്രസംഗിക്കുക. ഒരു കവലയിലോ, ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിലോ, ഒരു ഓഡിറ്റോറിയത്തിലോ, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ, ഒരു കുടുംബ കൂട്ടായ്മയിലോ ഈ വെളിപ്പാടോടുകൂടി പ്രസംഗിക്ക്. യോനായുടെ ഒറ്റ പ്രസംഗം നിനവെ പട്ടണത്തെ മുഴുവൻ മാനസാന്തരത്തിലേക്ക് നയിച്ചെങ്കിൽ, നിനവെ പട്ടണം മുഴുവൻ പാപത്തെ വിട്ട് നീതിമാനായ പരിശുദ്ധനായ ദൈവത്തിങ്കിലേക്ക് മാറിയെങ്കിൽ, ആ യോനായേക്കാൾ വലിയവനായ യേശു ക്രിസ്തു വസിക്കുന്ന ഒരു ദൈവ പൈതൽ, അത് കൊച്ചുകുട്ടിയാകട്ടെ വലിയ ആളാകട്ടെ, ലോകത്തിന്റെ വിദ്യാഭ്യാസമുള്ള ആളാകട്ടെ ഇല്ലാത്ത ആളാകട്ടെ, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ഈ ക്രിസ്തു വസിക്കുന്ന ഒരു ദൈവ പൈതൽ ഈ വെളിപ്പാടോടുകൂടി യോനായേക്കാൾ വലിയവനായ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന ഉറപ്പോടെ, വിശ്വാസത്തോടെ,
വെളിപ്പാടോടെ സുവിശേഷം പ്രസംഗിച്ചാൽ, യോനായുടെ പ്രസംഗത്തിൽ ഒരു പട്ടണം മുഴുവൻ മാനസാന്തരപ്പെട്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ ഒരു പ്രസംഗത്തിൽ, നിങ്ങളുടെ ഒരു പ്രസംഗത്തിൽ ഒരു പട്ടണമല്ല, ഒരു സംസ്ഥാനം, ഒരു രാജ്യം മുഴുവൻ മാനസാന്തരപ്പെടുന്ന അന്ത്യകാലത്ത് ഉണർവ്, റിവൈവലിനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ടില്ലാത്ത ഒരു ഉണർവ് സംഭവിക്കാൻ പോകുന്നത്. യോനായുടെ ഒറ്റ പ്രസംഗത്തിൽ ഒരു നിനവെ മാനസാന്തരപ്പെട്ടെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ശലോമോനേക്കാൾ ജ്ഞാനിയായവൻ, യോനായേക്കാൾ വലിയവനായ ക്രിസ്തു വസിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഒറ്റ പ്രസംഗത്തിൽ ഒരു പട്ടണമല്ല, ഒരു സംസ്ഥാനം മുഴുവൻ, ഒരു ജില്ല മുഴുവൻ, ആദ്യം ഒരു സംസ്ഥാനം മുഴുവൻ, ഒരു രാജ്യം മുഴുവൻ രക്ഷിക്കപ്പെടാൻ. ഹല്ലേലൂയ! ദൈവം തന്ന ഈ അവസരത്തെ നിങ്ങൾ വിനിയോഗിക്കണം. ഇന്ന് നമുക്കൊരു കാര്യം അറിയാം, പുറത്തു പോയി ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ അനുസരിക്കേണ്ടതാണ്, അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ടവരാണ്, സകല നിയമങ്ങളും അനുസരിച്ച് മാത്രം ചെയ്യേണ്ടവരാണ്. എന്നാൽ പൊതുവായി കൂടി വരുന്നിടത്ത് ചെയ്യാൻ കഴിയാത്തതിനേക്കാൾ എത്രയോ വലിയ ഭാഗ്യമാണ് നമുക്കിന്ന് ഓൺലൈനിൽ, ഞാനിതാ ഒരു റൂമിലിരുന്ന് പ്രസംഗിക്കുന്നു, ലോകം മുഴുവൻ എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇത് ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. എനിക്കല്ലാതെ ഒരു പ്രസംഗമാണെങ്കിൽ ഒരു രാജ്യത്ത് ഒരു സ്റ്റേജിൽ പോയി നിന്നാൽ അവിടെ കൂടി വരുന്നവർക്ക് മാത്രം കേൾപ്പിക്കാൻ കഴിയും. അപ്പോൾ ഈ കൊറോണ കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾ തടുക്കപ്പെടുകയാണോ, ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുകയാണോ ചെയ്തത്? ദൈവമക്കൾ പോലും ഇതിനെ നെഗറ്റീവായി കാണുമ്പോൾ നമ്മൾക്ക് കിട്ടിയ വലിയ ഭാഗ്യത്തെ നമ്മൾ തിരിച്ചറിയണം. ഇതാ, ശലോമോനേക്കാൾ ജ്ഞാനിയായവൻ, യോനായേക്കാൾ വലിയവനായവൻ. അടുത്തതായി പറയുന്നു, മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനായവന്. എബ്രായ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, ഭവനത്തെക്കാളും ഭവനം ചമച്ചവൻ അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. ഇവിടെ കാണാം, for this one has been counted worthy of more glory than Moses, inasmuch as he who built the house has more honor than house. ഇതാ, മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനായ, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു വസിക്കുന്ന മന്ദിരമാണ് വീണ്ടും ജനിച്ച ദൈവ പൈതൽ. ശലോമോനേക്കാൾ ജ്ഞാനിയായവൻ, യോനായേക്കാൾ വലിയവനായവൻ, മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനായവൻ. മോസസ് വാസ് അണ്ടർ ഫെയ്ഡിംഗ് ഗ്ലോറി. പഴയ നിയമം ഫെയ്ഡിംഗ് ഗ്ലോറി, മങ്ങിപ്പോകുന്ന മഹിമ. പുതിയ നിയമം ന്യൂ കവനന്റ്, ഷൈനിങ് ഗ്ലോറി, ഗ്ലോറി ടു ഗ്ലോറി ആൻഡ് ഗ്ലോറി ടു ഗ്ലോറി. Moses climbed the hills and he was with God for many days. When he came out, the people hid their face because of the reflection of the glory from his face. But Moses had to climb again. മോശ ദൈവത്തോട് മുഖാമുഖം ഇരുന്നു. ആ തേജസ്സുമായി ഇറങ്ങി വരുമ്പോൾ, മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ, പർവ്വതത്തിന് മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ജനം മുഖം മറച്ചു. കാരണം എന്തെന്നാൽ അത്ര തേജസ്സായിരുന്നു. എന്നാൽ ആ തേജസ് മങ്ങിപ്പോകുന്ന തേജസ്സായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിന്റെ മഹിമ എന്താണ്? മോശയ്ക്ക് കിട്ടിയ തേജസ്സും പുതിയ നിയമത്തിന്റെ കീഴിലുള്ളവർക്ക് കിട്ടിയ തേജസ്സും. പുതിയ നിയമത്തിന്റെ മഹിമ യേശുവിന്റെ രക്തത്താൽ സ്ഥാപിതമായ പുതിയ നിയമം. We are under shining glory. Our glory is going from one level to another level. That means I can prophesy tonight, the love in your family today is better than yesterday, and the love in your family tomorrow will be better than today. നിങ്ങളുടെ കുടുംബത്തിൽ, ദാമ്പത്യത്തിലെ സ്നേഹം ഇന്നലത്തേതിനേക്കാൾ നല്ലതായിരിക്കും, ഇന്ന് കൂടുതലായിരിക്കുമെന്ന്. നാളെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കും. സാധാരണ ലോകത്തിലെല്ലാം ദാമ്പത്യത്തിൽ ആദ്യ നാളുകളിൽ ഭാര്യയും ഭർത്താവും വളരെ സ്നേഹത്തോടെ ജീവിക്കും. കുറച്ചു കാലങ്ങൾ കഴിയുമ്പോൾ എല്ലാം മടുക്കും. അവർ തമ്മിൽ രണ്ട് ധ്രുവങ്ങളായി, ദക്ഷിണ ധ്രുവവും ഉത്തര ധ്രുവവും പോലെ ഓപ്പോസിറ്റ് ആയി നിൽക്കും. എന്നാൽ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച ദൈവ പൈതലെ, പുതിയ നിയമത്തിന്റെ മഹത്വത്തിന്റെ കീഴിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഇന്നലത്തേതിനേക്കാൾ മഹത്വം ഇന്നും, ഇന്നത്തേതിനേക്കാൾ മഹത്വം നാളെയും ഉണ്ടാകും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളും, സ്നേഹത്തിൽ മാത്രമല്ല, നിങ്ങളുടെ സമ്പത്ത്, യുവർ ഫൈനാൻസ് ടുഡേ ഈസ് ബെറ്റർ ദാൻ യെസ്റ്റർഡേ. നിങ്ങളുടെ ഇന്നത്തെ സമ്പത്ത് ഇന്നലത്തേതിനേക്കാൾ നല്ലതായിരിക്കും. ആൻഡ് യുവർ ടുമോറോസ് ഫൈനാൻസ് വിൽ ബി ബെറ്റർ ദാൻ ടുഡേ. നിങ്ങളുടെ നാളെയുടെ സമ്പത്ത് ഇന്നതിനേക്കാൾ നല്ലതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചു പോകുക, നശിച്ചു പോകുക, രോഗം പിടിച്ച് മരിക്കുകയല്ല. അത് വിശ്വസിച്ചാൽ വിശ്വസിക്കുന്നത് സംഭവിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ചാൽ മഹത്വത്തെ കാണും. എങ്ങനെ?
എൻ്റെ ഇന്നത്തെ ആരോഗ്യം ഇന്നലത്തേതിനേക്കാൾ നല്ലതാണ്. My today's health is better than yesterday's health and my tomorrow's health will be better than today's health. എൻ്റെ നാളെയുടെ ആരോഗ്യം ഇന്നത്തേതിനേക്കാൾ നല്ലതായിരിക്കും. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയായിരിക്കും. എല്ലാ കാര്യങ്ങളും. My holiness today is better than yesterday and my holiness tomorrow will be better than today because I am walking from glory to glory and glory to glory. ഞാൻ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, because we are under shining glory. It is established by the blood of Jesus. യേശുവിന്റെ രക്തത്താൽ സ്ഥാപിതമായ പുതിയ നിയമത്തിന്റെ കീഴിലിരിക്കുന്ന ദൈവ പൈതലേ, ആ പഴയ നിയമത്തിന്റെ മങ്ങിപ്പോകുന്ന മഹത്വത്തിന്റെ കീഴിലല്ല, തിളക്കമാർന്ന ഷൈനിങ് ഗ്ലോറിയിലാണ് ഞാനും നിങ്ങളും. അതാണ് പറയുന്നത്, മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനായ മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇന്നലെ കണ്ടതിനേക്കാൾ വലിയ ദൈവപ്രവൃത്തികൾ ഇന്ന് കാണും. ഇന്ന് കണ്ടതിനേക്കാൾ വലിയ ദൈവപ്രവൃത്തികൾ നാളെ കാണും. നിങ്ങളുടെ ഇന്നത്തെ ബിസിനസ് ആയിരിക്കില്ല ഇന്നലത്തേക്കാൾ നല്ലതായിരിക്കും. നിങ്ങൾ ബിസിനസ് തകർന്നു പോകില്ല. അത് നിങ്ങൾ വിശ്വസിച്ചാൽ അത് സംഭവിക്കും, തകരുമെന്ന്. കാരണം ലോകം പറയും നിന്റെ ബിസിനസ് തകരും. കേൾക്കുന്നത് റിസഷൻ, ലോക്ക്ഡൗൺ, ഷട്ട് ഡൗൺ, നോ ബിസിനസ്. ഇത് കേൾക്കുന്നു, വിശ്വസിക്കുന്നു. വേണ്ട, കാണുന്നത് പറയല്ലേ, വേണ്ടത് പറയൂ. ജീവന്റെയും മരണത്തിന്റെ അധികാരം നാവിലുണ്ട്. സൃഷ്ടിതാവായ ദൈവം നമ്മുടെ ഉള്ളിലിരിക്കുന്നു. സൃഷ്ടിപ്പിന്റെ അധികാരമുള്ള വാക്കുകളാണ്. യുവർ വേർഡ് ഹാസ് പവർ ടു ക്രിയേറ്റ് ബിക്കോസ് ദ ക്രിയേറ്റർ ഓഫ് ദിസ് ഹെവൻ ആൻഡ് എർത്ത് ഈസ് ഇൻ യു. ലോകത്തെ സൃഷ്ടിച്ചവൻ, വാനത്തെയും ഭൂമിയെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ, ആ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ കാണുന്നത് പറയരുത്, വേണ്ടത് പറയണം. ആമേൻ. എല്ലാം അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു, കടമ പ്രശ്നമാണെന്ന് പറയാതെ ബിസിനസ് നോക്കി പ്രവചിക്കണം, ശുശ്രൂഷയെ നോക്കി പ്രവചിക്കണം. എൻ്റെ സഭ തകർന്നുപോയി, വിശ്വാസികളിൽ അല്ല, വലിയൊരു ഉണർവിനെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ, ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇവിടെ വീണ്ടും പറയുന്നു, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. മാത്യു 11:11. Assuredly I say to you, among those born of women there has not risen one greater than John the Baptist, but he who is least in the kingdom of heaven is greater than he. സ്നാപക യോഹന്നാനേക്കാൾ, ആ സ്നാപക യോഹന്നാൻ ഇപ്രകാരം പറയുന്നുണ്ട്. ലൂക്കോസ് 3:16 യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും. John chapter 3:16 says, John answered saying to all, I indeed baptize you with the water, but one mightier than I is coming, whose sandal strap I am not worthy to loose. He will baptize you with the Holy Spirit and fire. He will baptize you with the Holy Spirit and fire. ഇന്ന് രാത്രി നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നവൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലെ പിശാച് പറഞ്ഞു വെച്ച നുണകളെയെല്ലാം ചാമ്പലാക്കി കളയുന്നവൻ, നിങ്ങളുടെ പരാജയത്തെ മാറ്റി ജയത്തെ കൊണ്ടുവരുന്നവൻ. ഇന്ന് രാത്രി നിങ്ങൾ അഭിഷേകത്താൽ നിറയ്ക്കുന്ന ഒരു കർത്താവിനെ ഞാൻ പ്രസംഗിക്കുകയാണ്. സ്നാപക യോഹന്നാനേക്കാൾ ശക്തിയായവൻ, പരിശുദ്ധാത്മാവ് കൊണ്ട് തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നവൻ വീണ്ടും ജനിച്ചൊരു ദൈവ പൈതലിന്റെ ഉള്ളിലിരിക്കുന്നു. 1000 പ്രസംഗം വേണ്ട. എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, ഇന്ന് രാത്രി ഈ ഒരൊറ്റ പ്രസംഗം, if you hear this, if you receive this revelation who you are in Christ and who Christ in you, your life will never be the same. Your life will never be the same. Receive this revelation in your spirit. Let your spirit receive it, and let your spirit bubble inside you, and the rivers flow out of your belly tonight. Hallelujah. സ്നാപക യോഹന്നാനേക്കാൾ വലിയവനായവൻ. വീണ്ടും 1 യോഹന്നാൻ 4:4 പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചു മരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. 1 John chapter 4:4 says, you are of God, little children, and have overcome them, because he who is in you is greater than he who is in the world. ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച് സത്യ സുവിശേഷത്തിന്റെ പ്രകാശം മറഞ്ഞിരിക്കത്തക്കവണ്ണം
ലോകത്തിന്റെ ജനങ്ങളുടെ കണ്ണിനെ കുരുടാക്കിയിരിക്കുന്നു. ഈ സുവിശേഷം പ്രകാശിക്കാതിരിക്കാൻ ലോകത്തിന്റെ ജനത്തിന്റെ കണ്ണിനെ കുരുടാക്കിയിരിക്കുന്നു. എന്നാൽ വീണ്ടും ജനിച്ച ദൈവ പൈതലെ, കൃപയാൽ എന്റെയും നിങ്ങളുടെയും കണ്ണവൻ തുറന്നു. ഈ സുവിശേഷം നമ്മൾ പ്രകാശിക്കാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറയട്ടെ, ലോകത്തിന്റെ പ്രഭുവായ പിശാചിനേക്കാൾ വലിയവനായ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, രാജാതിരാജൻ, കർത്താതികർത്തൻ, ന്യായാധിപന്മാർക്കെല്ലാം ന്യായാധിപനായവൻ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവ് എൻ്റെ ഉള്ളിലിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവായി, മഹിമയും നമ്പിക്കയാണ് ക്രിസ്തുവായി ഉങ്ങൾക്കുള്ളിലിരിക്കാർ. Christ, the hope of glory is in you. You are the glory carrier. നിങ്ങൾ ദൈവത്തിന്റെ പെട്ടകമാണ്. പുതിയ നിയമത്തിന്റെ മഹിമയെ ചുമക്കുന്ന പെട്ടകമാണ്. പഴയ നിയമത്തിന്റെ പെട്ടകം ഇരുന്ന സ്ഥലത്തിൽ നിങ്ങൾക്കറിയാം, ആ കഥകളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാര്യം അറിയാം. You are not the least. Hey Bethlehem Ephrath, you are not the least. If you are not the least, you are the best. And the message, you are the best. നിങ്ങളാണ് ഏറ്റവും നല്ലത്. Why? Because of your salvation, because of the forgiveness of sin, because of the curse breaking, because of your healing, physical, mental, spiritual and emotional healing. You received it because of the salvation. It became your inheritance. And because of the blessings of God and protection of God and eternal life, ഈ 6 കാര്യങ്ങൾ, പാപമോചനം, ശാപവിമുക്തി, രോഗസൗഖ്യം, ദൈവത്തിലുള്ള അനുഗ്രഹം, ദൈവത്തിലുള്ള സംരക്ഷണം, നിത്യജീവൻ, ഈ 6 കാര്യങ്ങൾ, സാൽവേഷൻ. യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടുമ്പോൾ അവിടെ കൊണ്ട് തീരുകയില്ല, അവിടെ കൊണ്ട് തുടങ്ങുകയാണ് നിങ്ങളുടെ ജീവിതം. റാഫ ജഹോവയുടെ സൗഖ്യത്തിന്റെ കേന്ദ്രമാകുന്നു. സകല മാനവരാശിക്കുള്ള മഹാസന്തോഷത്തിന്റെ ഉറവിടമായി നിങ്ങൾ മാറുന്നു. നിങ്ങളുടെ ഉള്ളിൽ നിന്നാ നദി ഒഴുകുന്നത്. സകല രാജ്യങ്ങൾക്കും മാനവരാശിക്കും ഭരണകൂടങ്ങൾക്കുള്ള സമാധാനം. ലോകത്തെവിടെയെങ്കിലും ഒരുവന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടോ? പണക്കാരന്റെയും പണമില്ലാത്തവന്റെയും ജീവിതത്തിൽ ഇന്ന് സമാധാനം പോയി. പണമുണ്ടായിട്ടും സൗഖ്യം കിട്ടാതെ മരിച്ചുപോയി എത്ര പേർ. സ്വന്തമായി ഹോസ്പിറ്റലും കൂടെ 100 കണക്കിന് ഡോക്ടേഴ്സും ഉണ്ടായിട്ട് ഹോസ്പിറ്റലിന്റെ ഉടമകളായി എത്ര ഡോക്ടേഴ്സ് മരിച്ചു? അവർക്ക് ആശുപത്രി ഇല്ലാത്തത് കൊണ്ടാണോ? മെഡിക്കൽ സയൻസ് ഇല്ലാത്തത് കൊണ്ടാണോ? പരിചയ സമ്പത്തും ഇല്ലാത്തത് കൊണ്ടാണോ? അവർ എത്രയോ പേരെ ചികിത്സിച്ചിരിക്കുന്നു. എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കാൻ ദൈവം അവരെ ഉപയോഗിച്ചു. എന്നാൽ അവരിൽ എത്ര പേർ മരിച്ചുപോയി? അവർക്ക് കോടിക്കണക്കിന് സമ്പാദ്യമുണ്ടായിരുന്നു, പണമുണ്ടായിരുന്നു, അവരെ രക്ഷിക്കാൻ കഴിഞ്ഞോ? പ്രിയപ്പെട്ടവരെ, ഇത് ഈ ലോകത്തിലുള്ള ഒരു ശക്തികൾ, നിങ്ങളുടെ പണത്തിനോ പാരമ്പര്യത്തിനോ പ്രതാപത്തിനോ സമൂഹത്തിലായിരിക്കുന്ന പദവികൾക്കോ നിങ്ങളുടെ സമ്പാദ്യങ്ങൾക്കോ എസ്റ്റേറ്റുകൾക്കോ ബംഗ്ലാവുകൾക്കോ കോസ്റ്റ്ലി എക്യുപ്മെന്റ്സിനോ ഒന്നും നിങ്ങളെ രക്ഷിക്കാൻ കഴിയാത്തൊരു കാലത്തിലെത്തിയിരിക്കുന്നു. നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നു. ആ യേശുവിന്റെ കയ്യിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അപ്പോൾ പറയുന്നു, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും എന്ന് പറഞ്ഞു. അത് ചെറുതായിരുന്നാലും എന്ന് മീഖാ പ്രവചനത്തിൽ പറഞ്ഞെങ്കിൽ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മത്തായിൽ പറയുന്നു, യു ആർ നോട്ട് ദ ലീസ്റ്റ്. നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. ഏറ്റവും ചെറുതായത്, ഏറ്റവും വലുതായി മാറിയത് ക്രിസ്തു പിറന്നപ്പോഴാണ്. ആ ബേത്ലഹേമാണ് ഞാൻ വീണ്ടും ജനിച്ച ദൈവവൈതൽ. ക്രിസ്തു പിറന്ന ഇടമാണ് വീണ്ടും ജനിച്ച ദൈവവൈതൽ. ആ ദൈവവൈതൽ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവിനെ ചുമക്കുന്നു. ശലോമോനേക്കാൾ ജ്ഞാനിയായ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു വീണ്ടും ജനിച്ച ദൈവ പൈതലിന്റെ ഉള്ളിൽ വസിക്കുന്നു. യോനായേക്കാൾ വലിയവനായ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു വീണ്ടും ജനിച്ച ദൈവവൈതലിന്റെ ഉള്ളിലിരിക്കുന്നു. മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനായവൻ, ഷൈനിങ് ഗ്ലോറിയുടെ ഉറവിടമായവൻ, ഷൈനിങ് ഗ്ലോറി ആയവൻ, ആ ഗ്ലോറി ടു ഗ്ലോറിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആ മഹിമ, മഹത്വം നമ്മുടെ ഉള്ളിലിരിക്കുന്നു. വീണ്ടും സ്നാപക യോഹന്നാനേക്കാൾ ശക്തനായവൻ, പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും ഇന്ന് രാത്രി ഈ മെസ്സേജ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളെ അഭിഷേകം ചെയ്യുന്നവൻ, നിങ്ങളുടെ സകല നുഖങ്ങളെയും തകർക്കുന്നവൻ, രോഗബന്ധനങ്ങളെ തകർക്കുന്ന, പാപക്കെട്ടുകളെ ഉടയ്ക്കുന്ന, ആ വിചാരത്തിന്റെയും മന്ത്രവാദത്തിന്റെയും കെട്ടുകളെ തകർക്കുന്ന, പിശാചിന്റെ നുണകളെ
തകർത്ത് മാറ്റി നിങ്ങളെ സ്വതന്ത്രമാക്കുന്ന അടിമ നുകത്തെ തകർത്ത് നിങ്ങളെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നാശകരമായ കുഴിയിൽ നിന്ന് കരം പിടിച്ചുയർത്തി പാറമേൽ നിർത്തി ഗമനത്തെ സുസ്ഥിരമാക്കി വായിൽ പുത്തൻ പാട്ട് തരുന്ന വിലാപത്തെ നൃത്തമാക്കി മാറ്റി ചക്കുവസ്ത്രമഴിച്ച് സന്തോഷം മുടിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്ന് ഈ വചനത്തെ കേട്ട് കർത്താവേ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കായി ഇന്ന് സ്വർഗം തുറക്കുന്ന രാത്രിയാ. ഈ പുതിയ നിയമത്തിന്റെ വെളിപ്പാട്, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി അനുഭവിച്ചു അറിയുന്നവർ, ഇതുവരെയും പരാജയത്തിൽ കിടന്ന നീ, തളർന്നു കിടക്കുന്ന നീ, രോഗശൈലിയിൽ നിന്ന് കുതിച്ചെഴുന്നേറ്റ് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടി കുതിച്ച് യേശുവിനെ സ്തുതിക്കുന്ന രാത്രിയായി മാറുകയാ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു റിവൈവൽ വരിക. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണ് റിവൈവൽ ആദ്യം സംഭവിക്കേണ്ടത്. ഒരു വ്യക്തിയിൽ സംഭവിക്കുമ്പോൾ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടവരിലേക്ക് ആ റിവൈവൽ ഇമ്പാക്ട് ആകും. അവിടെ നിന്ന് കുടുംബത്തിലേക്ക് വരും, അത് സഭയിലേക്ക് വരും, അത് സമൂഹത്തിലേക്ക് വരും. നിങ്ങളുടെ ഗ്രാമങ്ങളിൽ റിവൈവലിന്റെ അഗ്നി കത്തിപ്പടരാൻ നിങ്ങൾ ഒരു വ്യക്തി മതി, ഒരു വ്യക്തി മതി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും നിങ്ങൾ അഭിഷേകം ചെയ്യുന്നവൻ, ശലോമോനേക്കാൾ ജ്ഞാനിയായവൻ, സ്നാപയോഗ്യനായവനേക്കാൾ ശക്തനായവൻ, മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനായവൻ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. അങ്ങനെ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച യു ആർ കോൾഡ് ന്യൂ ക്രിയേഷൻ. 2 Corinthians 5:17 പറയുന്നു, therefore if anyone is in Christ he is a new creation, old things have passed away, behold all things have become new. യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, യേശു ഈ ലോകത്തിൽ നല്ല പേരുള്ളവരല്ല, എല്ലാവരും തള്ളിക്കളഞ്ഞവരെ തിരഞ്ഞെടുത്ത യേശു ഉപയോഗിച്ചത് എന്തിനെന്നറിയാവോ? എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ലോകം മുഴുവൻ ദുഷിച്ച ബന്ധുക്കളും ചാർച്ചക്കാരും നാട്ടുകാരും വീട്ടുകാരും ദുഷിച്ചു കളഞ്ഞൊരു വ്യക്തി എടുത്താണ് ഈ സുവിശേഷം ഏൽപ്പിച്ചത്. ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ്. പാസ്റ്റർ അനീഷിന്റെ ജീവിതം, സിസ്റ്റർ ഗ്രീഷ്മയുടെ ജീവിതം എല്ലാം എടുക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പുകഴാനൊന്നുമില്ല. ഞങ്ങൾ എന്തൊക്കെയോ ആയിരുന്നു എന്ന് ധരിച്ചിരുന്ന ഒരു കാലം, പിശാചിന്റെ നുണയിൽ വിശ്വസിച്ച് ജീവിച്ചിരുന്ന ഒരു കാലം, അതിൽ നിന്നും സത്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. എല്ലാവരും തള്ളിക്കളഞ്ഞവരെ എടുത്ത കർത്താവ്. കാരണം എന്താണെന്നറിയോ? തന്റെ മഹത്വം ആർക്കും കൊടുക്കില്ല. ഇതെന്നാലല്ല, എന്റെ കർത്താവിനാൽ. ഞങ്ങളെല്ലാം ലോകം എഴുതി തള്ളിയവരാ. ഈ ലോകത്തിൽ എല്ലാ ദുഷ്പേരുകളും കേട്ടവരാ. ലോകത്തിൽ ആർക്കും വേണ്ടാതെ പോയവരാ. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരാ. ഞങ്ങൾക്ക് ഈ ലോകത്തിന് ഞങ്ങൾക്ക് ഒരു നല്ല സർട്ടിഫിക്കറ്റും തരാനില്ല. അങ്ങനെ ലോകത്തിന് വേണ്ടാത്തവർ, എല്ലാവരാലും വെറുക്കപ്പെട്ടവർ, എല്ലാവരും തള്ളിക്കളഞ്ഞവനെ ആ കുഴഞ്ഞ ചേറ്റിൽ നിന്നും, ആ ദുർഗന്ധപൂരിതമായ ആ തൊഴുത്തിൽ നിന്നും എടുത്ത് സൗരഭ്യവാസനയാക്കി മാറ്റും. ആ ഇരുളിൽ കിടന്നവൻ അവനെ ലോകത്തിന്റെ വെളിച്ചമാക്കി മാറ്റുന്ന കർത്താവ്. കരച്ചിലും പിറുപിറുപ്പും പരാതിയും പരിഭവവും കുറ്റം പറച്ചിലുമായി നടന്നവനെ സത്യ സുവിശേഷത്തിന്റെ സൗരഭ്യത്തെ പ്രസംഗിക്കാൻ അവൻ തെരഞ്ഞെടുക്കും. അതാണ് എൻ്റെ കർത്താവ്. ഞങ്ങൾ എല്ലാവരും അങ്ങനെയായിരുന്നു, ആർക്കും വേണ്ടാത്തവരായിരുന്നു. ഇന്ന് രാത്രി എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട. ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഭാര്യയും മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. ഞങ്ങൾ കഴിക്കാത്ത ഭക്ഷണം അവർക്ക് കൊടുത്തു, ഉടുക്കാത്ത വസ്ത്രം അവർക്ക് കൊടുത്തു, ഞങ്ങൾക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തു. അവരെല്ലാം വലുതായി, അവരെല്ലാം നല്ല പദവികളായപ്പോൾ വാർദ്ധക്യത്തിൽ വീടിന്റെ മൂലയിൽ ഒതുങ്ങിക്കിടക്കുന്നു രോഗശയ്യയിൽ. ഞങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ മക്കൾക്ക് സമയമില്ല എന്ന് വിചാരിച്ച് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് രാത്രി ഈ കർത്താവ് നിന്നെ ആലിംഗനം ചെയ്യുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കാമോ? സ്വന്തം മാതാവിന്റെ സ്നേഹം കിട്ടാതെ, സ്വന്തം പിതാവിന്റെ സ്നേഹം കിട്ടാതെ, ജനിച്ചപ്പോൾ മുതൽ ശാപവാക്കുകൾ കേട്ട് എല്ലാവരാലും വെറുക്കപ്പെട്ട യൗവനക്കാരാ, എല്ലാവരാലും ഒറ്റപ്പെട്ടു, സ്കൂളിൽ ഏറ്റവും പിന്നിൽ, പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക്, എല്ലായിടത്തും താരതമ്യം ചെയ്ത്, പ്രിയ എന്നെ കേൾക്കുന്ന മകനെ, നീ എല്ലാവരാലും തള്ളപ്പെട്ടവനാണോ, ഒറ്റപ്പെട്ടവനാണോ? ഞങ്ങളുമെല്ലാം അങ്ങനെ ആയിപ്പോയൊരു നാളുകൾ ഉണ്ടായിരുന്നു. പണവും പ്രതാവും സ്ഥാനവും മാനവും ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് സ്തുതിവാദകർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ എല്ലാം ചുറ്റിൽ. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കുറ്റം പറയുന്നവരും കാറി തുപ്പുന്നവരും മാത്രമായിരുന്നു ഞങ്ങൾക്ക് ചുറ്റും. ഞങ്ങൾക്ക് കിട്ടിയ രക്ഷയ്ക്കായി ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്താൽ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാകും. 2 Corinthians 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഓൾഡ് തിങ്സ് ഹാവ് പാസ്ഡ് അവേ. പാസ്ഡ് അവേ ഇസ് എ ഫ്രേസ് ഇൻ ഇംഗ്ലീഷ്. ഇറ്റ് മീൻസ് ഡൈഡ്. പാസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ മരിച്ചു. മരിച്ചു എന്ന് പറഞ്ഞാൽ അടക്കം ചെയ്തു. പഴയ മനുഷ്യൻ അടക്കം ചെയ്തു. ഹല്ലേലൂയ. നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു, ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടി. ബോൺ അഗൈൻ ഈസ് എ സ്പിരിറ്റ്.
എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഗോഡ് ഈസ് എ സ്പിരിറ്റ്. ദൈവമാത്മാവാകുന്നു. ദ വേർഡ് ഓഫ് ഗോഡ് വിച്ച് ഐ പ്രീച്ച് ഈസ് എ സ്പിരിറ്റ്. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനം ആത്മാവാണ്. ബോൺ അഗൈൻ ഈസ് എ സ്പിരിറ്റ്. വീണ്ടും ജനിച്ച വ്യക്തി, ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന പുറത്തിരിക്കുന്ന ആളല്ല. എൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. വീണ്ടും ജനിച്ചവൻ, വീണ്ടും ജനിച്ച വ്യക്തി സ്പിരിറ്റാണ്. ഇന്ന് രാത്രി ഞാൻ എത്ര മണിക്കൂർ പ്രസംഗിച്ചാലും, 10 മണിക്കൂർ പ്രസംഗിച്ചാലും വീണ്ടും ജനിച്ചൊരു ദൈവം ഇത് കേട്ടിട്ടേ ഇരിക്കും. കാരണം ഐ പ്രീച്ച് സ്പിരിറ്റ്. വേർഡ് ഓഫ് ഗോഡ് ഈസ് സ്പിരിറ്റ്. ഈ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം ആത്മാവാ. അത് ആർക്കാന്നറിയോ? ഈ ജഡീക മനുഷ്യന്റെ തലയ്ക്കുള്ളതല്ല, ആത്മീക മനുഷ്യന്റെ ആത്മാവിനുള്ളതാണ്. അപ്പോൾ ആ വേർഡ്, ഗോഡ് ഈസ് സ്പിരിറ്റ്, വേർഡ് ഈസ് സ്പിരിറ്റ്, ബോൺ അഗൈൻ ഈസ് സ്പിരിറ്റ്. ദാറ്റ് ഈസ് ദ ഫുഡ് ഓഫ് എ ന്യൂ ക്രിയേഷൻ. വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനമാ വീണ്ടും ജനിച്ച ദൈവത്തിന്റെ ആഹാരം. അതിന് സ്വാദുണ്ട്, അതിന് രുചിയുണ്ട്. തെൻകട്ടയേക്കാൾ രുചിയേറിയത്, മാധുര്യമേറിയതാണത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഓൾഡ് തിങ്സ് ആർ പാസ്ഡ് അവേ, ന്യൂ തിങ്സ് ഹാവ് കം. വീണ്ടും ജനിച്ചാൽ ബേത്ലഹേമിന്റെ കഥ കേട്ടു, കാലിത്തൊഴുത്തിന്റെ കഥ കേട്ടു. അങ്ങനെ എല്ലാം മാറും. യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കും. മതം മാറണ്ട, ജാതി മാറണ്ട, പേര് മാറണ്ട. ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് മാറിയിട്ട് ഒരു പ്രയോജനം കിട്ടില്ല. യേശു നിങ്ങളുടെ മതം ഏതെന്ന് ചോദിക്കില്ല. യേശു നിങ്ങളുടെ ജാതി ഏതെന്ന് ചോദിക്കില്ല. യേശു നിങ്ങളുടെ മതം മാറാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങളും പറയില്ല. ജാതി മാറാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങളും പറയില്ല. ഞങ്ങളാരും മതമോ ജാതിയോ പേരോ ഒന്നും മാറ്റിയില്ല. എന്നാൽ ദുർഗന്ധപൂരിതമായ ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റി ഇന്ന് സൗരഭ്യവാസനയാക്കി. എല്ലാവർക്കും വേണ്ടാതെ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടിരുന്ന ഞങ്ങൾ ഇന്ന് അനേകർക്ക് ആശ്വാസത്തിന്റെ കേന്ദ്രമായി മാറി. ആരും തിരിഞ്ഞു നോക്കാതെ, ആരാലും അറിയപ്പെടാതെ കിടന്ന ബേത്ലഹേമിനെ നോക്കി ആയിരങ്ങൾ, 10,000 ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ഫ്ലൈറ്റുകൾ വരെ ചാർട്ടർ ചെയ്ത് ഗ്രൂപ്പുകളായി ആ യേശു പിറന്ന സ്ഥലത്തെ കാണാൻ പോകുമ്പോൾ ആത്മമണ്ഡലത്തിൽ ഒന്ന് കാണണം. യേശു പിറന്ന ബേത്ലഹേം വീണ്ടും ജനിച്ച ദൈവ പൈതല. നിന്നെ തേടി ലോകം മുഴുവൻ വരും, കൂട്ടം കൂട്ടമായി വരും. ആയിരങ്ങൾ, 10,000 എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്ന് 50 പേരുടെയോ 100 പേരുടെ 200 പേരുടെ ഒരു സഭയാണെങ്കിൽ ഇതാ കാലമായിരിക്കുന്നു. അങ്ങയുടെ സഭയെ, ദൈവദാസനെ, അങ്ങയുടെ സഭയെ നോക്കി ആയിരങ്ങൾ, 10,000 ഓടിയെത്താൻ സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ പ്രസംഗം കേൾക്കാൻ, അങ്ങയുടെ ശുശ്രൂഷ അനുഭവിക്കാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവദാസനെ, കുടുംബമേ, പല പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ മധ്യത്തിൽ പ്രശ്നങ്ങളെ നോക്കി നിരാശപ്പെടാതെ കർത്താവിന്റെ പ്രത്യാശയുടെ വചനത്തെ ഇന്ന് സ്വീകരിച്ചുകൊണ്ട് വലിയൊരു ഉണർവിന് കൊയ്ത്തരവാളിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെടുക. നെഗറ്റീവുകളെ കേട്ട്, ജോസഫിന്റെ നല്ല വാർത്ത കേട്ടിട്ടും യാക്കോബ് ആദ്യം വിശ്വസിച്ചത് മാത്രം വിശ്വസിക്കാൻ, യോസഫ് മരിച്ചുപോയി എന്ന് വിശ്വസിക്കാൻ തീരുമാനിച്ചതുപോലെ കൊറോണയോടുകൂടി എല്ലാം തീർന്നു എന്നല്ല, കൊറോണയോടുകൂടി ദൈവരാജ്യത്തിന്റെ വലിയൊരു ഉണർവിന്റെ കാറ്റ് വീശുകയാണെന്നും പരിശുദ്ധാഗ്നി വീഴുകയാണെന്നും ഇതുവരെ സഭകളും ദേശങ്ങളും ഗ്രാമങ്ങളും പട്ടണങ്ങളും നഗരങ്ങളും കണ്ടിട്ടില്ലാത്ത ഉണർവ് സഭകൾ കാണുമെന്നും വിശ്വസിക്കുന്നു. ഞാൻ പ്രസ്താവിക്കുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആര് വിശ്വസിച്ചാൽ ഞാൻ അത് വിശ്വസിക്കുന്നു. എനിക്ക് വിശ്വസിക്കുന്നത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. നോക്കുക, എന്നെയും നിങ്ങളെയും ലോകസ്ഥാപനത്തിന് മുമ്പ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഈ ദൈവം തെരഞ്ഞെടുത്തു. നമ്മുടെ ബിഫോർ വി were formed in the womb of our mother, God called us. He knew us while we were in the womb of our mother. ഞാനും നിങ്ങളും അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ angels were busy preparing our calendar. 9 മാസത്തോളം നമ്മൾ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ സ്വർഗത്തിന്റെ ദൂതന്മാർ നമ്മുടെ കലണ്ടർ പ്രിപ്പയർ ചെയ്യുകയാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, നമ്മൾ ജനിക്കേണ്ട ദിവസം, നമ്മൾ ജനിക്കുമ്പോൾ ഒരു കലണ്ടറും സ്വർഗം പ്രസിദ്ധീകരിച്ചു. അതിന്റെ അർത്ഥം, ഇന്ന് ഞാൻ ഈ സഭ മൂലം അനവധി രാജ്യങ്ങളിലും ദേശങ്ങളിലും ഇരുന്ന് കേൾക്കുന്നവരോട് പ്രസംഗിക്കണമെന്ന്, ഈ സമയം ഞാൻ പ്രസംഗിക്കണമെന്ന് ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന സ്വർഗം തീരുമാനിച്ചിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഇത് കേൾക്കണമെന്ന് സ്വർഗം തീരുമാനിച്ചിരുന്നു. ഈ ഒരു അറിവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഞാൻ ഭൂമിയിൽ ജനിച്ച് ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നത് വരെയുള്ള കാലഘട്ടത്തേക്കുള്ള നമ്മുടെ കാലണ്ടർ സ്വർഗം അടിച്ചിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചുകൊണ്ട്. ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ ഹെവൻ എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ നാളെയെക്കുറിച്ച് വിചാരപ്പെടുകയില്ല, ഒരു മഹാമാരിയെക്കുറിച്ചും ഭയപ്പെടുകയില്ല.
ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ ആരാധിക്കാൻ, സ്തുതിക്കാനുള്ള ധൈര്യം കിട്ടും. ഞാൻ രാത്രി എവിടെ നിന്ന് ആഹാരം കഴിക്കണം, നിങ്ങൾ എന്ത് ആഹാരം കഴിക്കണം, ഏത് ഹോട്ടലിൽ നിന്ന്, ഏത് വീട്ടിൽ നിന്ന്, എന്ത് പ്ലേറ്റിൽ എന്താഹാരം, ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും പറയും, ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന് ലോകപ്രകാരം, അത് കർത്താവിനറിയാം. നിങ്ങൾ ഒരു നല്ല പ്രായം, ഞാനല്ല ഒരു നല്ല പ്രായമായതിനു ശേഷം രക്ഷിക്കപ്പെട്ടത്. അപ്പൊ വിളിയോടുകൂടി വന്ന് രക്ഷിക്കപ്പെട്ട ആ ടൈമാണ് പ്രിപ്പറേഷൻ ടൈം. ജീസസ് കെയിം ഓൺ ദിസ് വേൾഡ്. 30 വർഷം പ്രിപ്പറേഷൻ ടൈം. 30 വർഷത്തിന് ശേഷമാണ് യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ചത്. ബേത്ലഹേമിൽ ജനിച്ച അന്ന് മുതൽ ശുശ്രൂഷ ആരംഭിക്കുകയല്ല ചെയ്തത്. തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് 30 വയസ്സിന് ശേഷം. അപ്രകാരം തന്നെ ഒരു പ്രിപ്പറേഷൻ ടൈം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ ഉണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവവേലയ്ക്ക് വിളിക്കപ്പെട്ട നിങ്ങൾക്കെല്ലാം there will be an encounter. Your calling will be activated only after an encounter with Jesus. നമുക്കറിയാം, മോശ ആ മലയിൽ വെച്ച് മുൾപടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് മോശയുടെ കോളിംഗ് ആക്ടിവേറ്റ് ആയത്. 80-ആം വയസ്സിൽ, 80 വയസ്സ് വരെയും കോളിംഗ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള അപ്പോസ്തലനായ പൗലോസ് അധികാരികളിൽ നിന്നും അധികാരപത്രം വാങ്ങി തന്റെ കൂടെയുള്ളവരുമായി കുതിരപ്പുറത്ത് ദമസ്കോസിനെ നോക്കിപ്പോയി യേശുവിന്റെ നാമത്തെ പ്രസംഗിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുവാൻ, പിടിച്ചുകെട്ടി കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലുവാനുള്ള ദൗത്യവുമായി മഹാപുരോഹിതന്റെ കയ്യിൽ നിന്നും അധികാരപത്രവും വാങ്ങിക്കൊണ്ട് പോകുന്ന വഴിയിലാണ് ഒരു മിന്നൽ വീണു. പൗലോസ് താഴെ വീണു. ദാറ്റ് ടൈം ഹിസ് കോളിംഗ് വാസ് ആക്ടിവേറ്റഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കോളിംഗ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് വരെയും നമ്മൾ ലോകത്തിൻ്റെ എല്ലാ കുഴികളിലും പോയി വീഴും. ഈ ലോകത്തിൽ നല്ലതായി ഒന്നുമില്ലാതെ എല്ലാ തെറ്റുകളിലേക്ക് നമ്മളെ തള്ളിവിടും. എന്നാൽ കർത്താവ് വിളിച്ച ദൈവ പൈതലേ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ നിങ്ങളെ വിളിച്ചത് എന്തിനെന്നറിയാവോ? ജെറമിയ 1:10 says, See, I have this day set you over the nations and over the kingdoms, to root out and to pull down, to destroy and to throw down, to build and to plant. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. യിരെമ്യാ പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ I and you are called, anointed and appointed by God, and the authority is given. അധികാരം നമുക്ക് തന്നു. The power is given. One side authority, other side power, and word in your mouth. 3 weapons: authority, power and word. Authority, power and word. For what? To pull down the principalities and powers of this dark world. ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളെ നിർമൂലമാക്കി പിശാചിന്റെ പ്രവൃത്തികളിൽ നിന്നും ജനത്തെ വിടുവിക്കുവാൻ സത്യ സുവിശേഷം, ഗോസ്പൽ ഈസ് ദ പവർ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ശക്തിയുടെ സുവിശേഷം. ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് നോട്ട് ഇൻ വേർഡ് ബട്ട് ഇൻ പവർ. ദൈവരാജ്യം വാക്കുകളിലല്ല, ശക്തിയിലത്രേ. ദൈവശക്തിയുടെ പ്രദർശനത്തിനുള്ള, ദൈവശക്തിയെ പ്രദർശിപ്പിക്കുവാൻ, ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ, ക്രിസ്തുവിന്റെ കരുണയെ, ക്രിസ്തുവിന്റെ അനുകമ്പയെ പ്രദർശിപ്പിക്കുവാൻ വിളിക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും സ്വർഗം നിശ്ചയിച്ച സംരക്ഷണമുണ്ട്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുത്ത് വരികയില്ല. നിന്റെ വശത്ത് 1000 നിന്റെ വലതുവശത്ത് 10,000 വീഴും, അവയൊന്നും നിന്നോടടുത്ത് വരികയില്ല എന്ന വചനം നമുക്കുണ്ട്. തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ വഹിക്കുന്നതുപോലെ കർത്താവ് നമ്മളെ ചിറകിന്റെ കീഴിൽ വഹിച്ചു കൊണ്ടുപോകുന്നു. ആയതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണ്. നീയോ മീഖാഞ്ചിന്റെ 2 പറയുന്നു, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനവും തന്നെ. മീഖാ പ്രവചനത്തില് 5-ാം അധ്യായം 2-ാം വാക്യത്തില് ഇപ്രകാരം പറഞ്ഞെങ്കിൽ മത്തായി 2:6 പറയുന്നു, യഹൂദയ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് ഏറ്റവും ചെറുതായവൻ, ഏറ്റവും നിന്ദിക്കപ്പെട്ടവൻ, അന്ധകാരത്തിൽ കിടന്നവൻ, പാപത്തിൽ കിടന്നവൻ, പരാജയത്തിൽ കിടന്നവൻ, നിന്ദയിൽ കിടന്നവൻ, കണ്ണുനീർ കുടിച്ചവനെ വീണ്ടും ജനനത്തോടുകൂടി ദൈവം എങ്ങനെ മാറ്റുമെന്ന വെളിപ്പാടിന്റെ വചനമാണിത്. ദിസ് ഈസ് എ പ്രൊഫറ്റിക് മെസ്സേജ്. ഇതൊരു ദീർഘദർശന വാർത്തയാണ്. ഇന്ന് രാത്രിയിൽ ഒരു പ്രവചന വാക്യമാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത്. യു ആർ നോട്ട് ദ ലീസ്റ്റ് അല്ലെങ്കിൽ യു ആർ ദ ബെസ്റ്റ്. നിങ്ങൾ ഏറ്റവും നല്ലതായി
ബിക്കോസ് ഓഫ് സാൽവേഷൻ. ഇന്ന് ആ സാൽവേഷൻ, ആ രക്ഷ നമുക്ക് സമീപമായിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവജനമേ, ഈ സത്യത്തെ മുറുകെ പിടിക്കുമ്പോൾ ഒരു അനർത്ഥത്തിനും നിങ്ങനെ തൊടാൻ കഴിയില്ല. ഒരു മഹാമാരിക്കും, ഒരു ദുഷ്ടന്റെ കെണിക്കും, ഒരു അടിമമുഖത്തിനും നിന്നെ പിടിച്ചു വെക്കാൻ കഴിയില്ല. യു ആർ ബോൺ അഗൈൻ വിത്ത് ദ ഇംപെരിഷബിൾ സീഡ്. കെടാത്ത ബീജമാകുന്ന ദൈവത്തിന്റെ ജീവനും ചൈതന്യമുള്ള വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലെ, നീ സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ട സമയമാ. നിങ്ങളുടെ ഉള്ളില്, നമ്മുടെ ഉള്ളിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം ആമേൻ ഇരിക്കുന്നു. ആ സിംഹത്തിന്റെ ഗർജനത്തിൽ ചുറ്റും നിൽക്കുന്നത് മുഴുവൻ ചിതറിപ്പോകും. ആത്മമണ്ഡലത്തിൽ ഇന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ട രാത്രിയാകട്ടെ. പരാജയം മാറട്ടെ, ജയമുണ്ടാകട്ടെ, ദുഃഖം മാറട്ടെ, സന്തോഷമുണ്ടാകട്ടെ, നിന്ദ മാറട്ടെ, സ്വർഗത്തിന്റെ മഹിമ ഇറങ്ങട്ടെ. ഇന്ന് രാത്രിയിൽ പരാതിയും പരിഭവവും പിറുപിറുപ്പും കുറ്റം പറച്ചിലും മാറി ഹല്ലേലൂയ, സ്തുതിയും ആരാധനയും ഉയരട്ടെ കുടുംബത്തിൽ. അടുക്കളയിലും തീന്മേശയിലും കിടപ്പറയിലും ആമേൻ വീടിന്റെ ഉള്ളിലും പരാതിയും പരിഭവവും കുറ്റവുമാണെങ്കിൽ അത് മാറി കുടുംബമായി ആരാധിക്കുന്ന രാത്രിയായി ഇന്ന് മാറട്ടെ. കാരണം ക്രിസ്തുവിൽ നീ പുതിയ സൃഷ്ടിയാണ്. ആമേൻ, ബേത്ലഹേമാണ്. രാജാക്കന്മാർ നിന്നെ തേടി വന്നേ മതിയാവൂ, നിങ്ങളെ തേടി വന്നേ മതിയാകൂ. ആമേൻ, രാജാക്കന്മാർ പൊന്നും ഒരു കുന്തിരിക്കുമായി ക്രിസ്തുവിനെ കാണാൻ ക്രിസ്തു പിറന്ന സ്ഥലത്തേക്ക് വന്നെങ്കിൽ യേശുവിനെ കർത്താവ് രക്ഷിതവുമായി സ്വീകരിച്ച് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവിനെ ചുമക്കുന്ന ദൈവ പൈതലെ, അധികാരി രാജ്യങ്ങൾ ആമേൻ നിങ്ങളെ തേടി വരുന്ന സമയമായിരിക്കുന്നു. ഇത് അന്ത്യകാലത്ത് ഉണർവിന്റെ കാലമായിരിക്കുന്നു. ആ അന്ത്യകാലത്ത് ഉണർവിന് കർത്താവ് എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരോട് ഈ വെളിപ്പാട് സ്വീകരിക്കാത്ത ഒരു വ്യക്തിയെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല. യുവർ ആറ്റിറ്റ്യൂഡ് വിൽ ഡിസൈഡ് യുവർ ആൾട്ടിറ്റ്യൂഡ് ഇൻ യുവർ ലൈഫ്. റിസീവ് ദിസ് റെവലേഷൻ ഇൻ യുവർ ലൈഫ്. സ്നാപകയോനേക്കാൾ വലിയവനായവൻ, ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാചിനേക്കാൾ വലിയവൻ, മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനായവൻ, ശലോമോനേക്കാൾ ജ്ഞാനിയായ ഈ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഹേ ബേത്ലഹേം, നീ ചെറുതല്ല, വലുതായി മാറിയിരിക്കുന്നു. വീണ്ടും ജനനത്തിലൂടെ, രക്ഷിപ്പിലൂടെ നടക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന രക്ഷിക്കപ്പെടാത്ത ആർക്കെങ്കിലും ആമേൻ കർത്താവിന്റെ കയ്യിലേക്ക് ജീവനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തെ, അല്ലെ ഞങ്ങളുടെ എല്ലാം പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, ജപ്തികൾ, ആത്മഹത്യകൾ, നിന്ദ, പരിഹാസം, പരാജയം, തകർച്ച, കോടിക്കണക്കിന് രൂപയുടെ കടം എല്ലാം കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവേ എന്നെ വിടുവിക്കണമേ. ലോകത്തിന് കഴിയാത്തത്, മനുഷ്യന്റെ പ്രവൃത്തികൾ അവസാനിക്കുന്നിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ ആരംഭിക്കും. Where man's work finishes, there my God's work starts. Let that day be in your life tonight. ഇന്ന് രാത്രി ആ ദിവസമായി മാറട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ. ലെറ്റ് ദിസ് ഡേ ബി എ ഡേ ഓഫ് സാൽവേഷൻ ഇൻ യുവർ ലൈഫ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ കൂടെ ശുശ്രൂഷകർ അനവധി പേരിയ്ക്കുന്നു. ഹല്ലേലൂയ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളായിരിക്കുന്നത് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എനിക്കും ഈ ഒരു മാറ്റം വേണം. എൻ്റെ ജീവിതം ഞാൻ മടുത്തു, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, നിന്ദയിലായിരിക്കുന്നു, പരിഹാസത്തിലായിരിക്കുന്നു, പരാജയത്തിലായിരിക്കുന്നു, കടബാധിതയിലായിരിക്കുന്നു, എൻ്റെ കുടുംബജീവിതം തകർന്നിരിക്കുന്നു, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. കർത്താവ്, ഈ ദൈവദാസന്മാരുടെ എല്ലാം ജീവിതത്തിൽ അവിടുന്ന് മാറ്റത്തെ കൊണ്ടുവന്ന വചനത്തെ ഞാൻ കേട്ടിരിക്കുന്നു. ആ വചനത്തെ ഞാൻ സ്വീകരിക്കുക. യേശുവേ, അങ്ങേ എൻ്റെ കർത്താവായി ഇന്ന് രാത്രി ഞാൻ സ്വീകരിക്കുക. എൻ്റെ ഒപ്പം പ്രാർത്ഥിച്ചാട്ടെ. അങ്ങേ എൻ്റെ കർത്താവായി, എൻ്റെ രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്നെ കഴുകി എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. എൻ്റെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഇന്ന് കേട്ട വചനം പോലെ അങ്ങ് എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണമേ. മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തുവായി എൻ്റെ ജീവിതത്തിൽ വസിക്കണമേ. ജ്ഞാനമില്ലാതെ, പരിജ്ഞാനമില്ലാതെ ഞാൻ ചെയ്തു പോയ സകല തെറ്റുകളും മാറ്റുവാൻ ശലോമോനേക്കാൾ ജ്ഞാനിയായ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വരണമേ. എൻ്റെ ജീവിതത്തിൽ സമാധാനമേ ഇല്ല. എന്നാൽ സകല രാജ്യങ്ങൾക്കും, ലോകത്തിനും, ഭൂഖണ്ഡങ്ങൾക്ക്, സകല വൻകരകൾക്കും സമാധാനത്തിന്റെ പ്രഭുവായ അങ്ങ് എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എനിക്ക് സമാധാനവും എൻ്റെ വാക്കുകളിലൂടെ ലോകത്തിന് സമാധാനം എത്തിക്കുന്ന സമാധാന പ്രഭുവെ അങ്ങ് വന്ന് വാഴണമേ എൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, അപ്രകാരം തന്നെ തുടർന്ന് പ്രാർത്ഥിച്ചാട്ടെ. എനിക്ക് ശരീരത്തിന് സുഖമില്ല, എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു, എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിയിരിക്കുന്നു, മരുന്നില്ലാതെ ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല, മരുന്ന് വാങ്ങാൻ പോലും എനിക്ക് നിവൃത്തിയില്ലാതിരിക്കുവാണെങ്കിൽ യേശുവെ അങ്ങ് എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണമേ. റാഫ, ജഹോവയുടെ ഹീലിംഗ് സെൻ്ററാക്കി എന്നെ മാറ്റണമേ. സൗഖ്യത്തിൻ്റെ കേന്ദ്രമാക്കി എന്നെ മാറ്റണമേ. സകല ഡോക്ടർമാർക്കും ഡോക്ടറായി, സകല വൈദ്യന്മാർക്കും വൈദ്യനായി, സകല സർജന്മാർക്കും സർജനായ റാഫ ജഹോവ എൻ്റെ ഉള്ളിൽ വന്ന് വാഴണമേ എന്ന്
പ്രാർത്ഥിച്ചാട്ടെ. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. എന്നെ വീണ്ടെടുക്കുന്നതിനായി സ്തോത്രം. പാപമോചനവും ശാപവിമുക്തിയും രോഗസൗഖ്യവും ദൈവത്തിലുള്ള അനുഗ്രഹവും ദൈവത്തിലുള്ള സംരക്ഷണവും നിത്യജീവനുമാകുന്ന രക്ഷയെ എനിക്ക് നൽകുന്നതിനായി നന്ദി കർത്താവേ. എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നതിനായി നന്ദി കർത്താവേ. എന്നെ അങ്ങയുടെ ഭവനക്കാരനാക്കി മാറ്റുന്നതിനായി നന്ദി കർത്താവേ. ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുയേശുവിൽ കൂട്ടവകാശിയുമാക്കി എന്നെ മാറ്റുന്നതിനായി നന്ദി കർത്താവേ. ഇന്നു മുതൽ യേശു എൻ്റെ കർത്താവ്, യേശു എൻ്റെ രക്ഷകൻ, യേശു എൻ്റെ നാഥൻ, അവിടെ നിന്ന് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇനി എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അയക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഹിമവും മഴയും ആകാശത്തു നിന്ന് പെയ്യുകയും അത് അവിടേക്ക് മടങ്ങാതെ വിതയ്ക്കുവാൻ വിത്തും തിന്നുവാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അയച്ച കാര്യം സാധിക്കുകയും ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കാദേശ് മരുഭൂമിയെ നടുക്കുമാറാക്കുന്ന, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന, ഇരുമ്പോടാമ്പലുകളെയും താമ്രവാതുകളെയും തകർക്കുന്ന സത്യവചനം, നിത്യവചനം, നിർമ്മല വചനം, നിലത്തുലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലത്തെ വചനം, ആ വചനം അയക്കപ്പെട്ടിരിക്കുന്നല്ലോ കർത്താവേ. ആ വചനത്തെ സ്വീകരിച്ച അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ഈ രാത്രി, ഈ നിമിഷം, ഒരു നൊടിയിൽ അവിടുന്ന് മാറ്റത്തെ കൊണ്ടുവരുന്നതിനായി സ്തോത്രം. രോഗികളായി കിടക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്പിരിറ്റ് ഓഫ് സിക്നെസ് ആൻഡ് ഡിസീസസ്, രോഗത്തിന്റെ വ്യാധിയെ കൊണ്ടുവരുന്ന ദുരാത്മാവ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറത്ത്, വി ആസ് ദ മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്, ആസ് ദ അംബാസഡേഴ്സ് ഓഫ് ഹെവൻ, ആസ് ദ children of God, command you, take your ugly hands off. നിന്റെ അശുദ്ധ കരത്തെ എടുത്ത് മാറിപ്പോ. രോഗബന്ധനം അഴിയട്ടെ. Let the sick be healed. രോഗികൾ സൗഖ്യമാകട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. Every negative viruses in the body be nullified by the blood of Jesus. കൊറോണ രോഗത്താൽ പിടിക്കപ്പെട്ടവർ, ബാധിച്ച് ആശുപത്രികളിലും ഇന്റൻസീവ് കെയർ യൂണിറ്റുകളിലും ക്വാറന്റൈനിലും വീടുകളിലൊക്കെ ആയിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ തേജസ് ഇറങ്ങട്ടെ. ആമേൻ. റാഫ, യഹോവയുടെ സൗഖ്യം ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവിടെ മേൽ വീഴട്ടെ. എല്ലാ നെഗറ്റീവ് വൈറസുകൾ ചാമ്പലായി മാറട്ടെ, നിർമൂലമായി പോകട്ടെ. ദൈവശക്തിയാൽ, അത്യുന്നതന്റെ മഹത്വത്താൽ, യേശുവിന്റെ രക്തത്താൽ, വചനത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ, let the sick be healed in the mighty name of Jesus. Every sick be healed. The power of witchcraft, sorcery and occult powers be nullified by the blood of Jesus. യേശുവിന്റെ നാമത്തിൽ ആഭിചാരത്തിന്റെ മന്ത്രവാദത്തിന്റെ കെട്ടുകൾ തകരട്ടെ. പിശാചിന്റെ നുണകൾ പൊളിയട്ടെ. ജനം സ്വാതന്ത്ര്യമാകട്ടെ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രൻ. If son set you free, you are free indeed. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രൻ എന്ന വചനപ്രകാരം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനങ്ങള്, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങള്, കുടുംബങ്ങള് യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. കടബാധ്യതകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജപ്തികൾ മാറിപ്പോകട്ടെ. തകർന്ന കുടുംബങ്ങൾ പണിയപ്പെടട്ടെ. കുടുംബ കലഹങ്ങൾ മാറട്ടെ. മോഷ്ടിപ്പാനും അറുപ്പാനും മൂടിപ്പാനും എന്ന പിശാച് യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിന്റെ മേൽ നിന്ന് കരമെടുത്ത് മാറിപ്പോ. സകല കുടുംബങ്ങൾക്കും പേർ വരാൻ കാരണമായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിശാചിന്റെ പ്രവൃത്തികളെ ഞങ്ങൾ അഴിച്ചു മാറ്റുന്നു. കുടുംബങ്ങളിൽ സകല ബുദ്ധി കവിയുന്ന ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവും ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഭാര്യയും പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന കുടുംബങ്ങൾ, മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്ന മക്കൾ, ദൈവഭയത്തിൽ വസിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകട്ടെ. കുടുംബത്തിന്റെ മേലിരിക്കുന്ന എല്ലാ ശാപക്കെട്ടുകൾ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ നിർമൂലമാകട്ടെ. എല്ലാ കിടപ്പ് രോഗികളുടെ മേൽ ദൈവ തേജസ് ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ കുരുട്ടു കണ്ണുകൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഊമർ സംസാരിക്കട്ടെ. ബദിരർ കേൾക്കട്ടെ. തൈറോയിഡ് സൗഖ്യമാകട്ടെ. ഹാർട്ടിന്റെ ബ്ലോക്കുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആസ്മ രോഗികൾ സൗഖ്യമാകട്ടെ. Let the asthma patients be healed right now. Let the lungs receive healing. Let the lungs receive healing and function normal right now in the name of Jesus. ഷുഗർ, ഡയബറ്റീസ് ബി ഹീൽഡ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പാൻക്രിയാസ് യേശുവിന്റെ നാമത്തിൽ തൊടപ്പെടട്ടെ. പാൻക്രിയാസ് നോർമൽ ആകട്ടെ. ഡാമേജ്ഡ് സെൽസ് ബി റീക്രിയേറ്റഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഗ്യാസ്ട്രൈറ്റിസ് ബി ഹീൽഡ്. ഗ്യാസ് മാറിപ്പോകട്ടെ. ഗ്യാസ് രോഗികൾ, ആമേൻ. അൾസേഴ്സ് ബി ഹീൽഡ്. അൾസറുകൾ സൗഖ്യമാകട്ടെ.
stomach pain be healed, chest pain be healed in the name of Jesus. Spirit of arthritis come out. Let the people be liberated right now. Joints pains സൗഖ്യമാകട്ടെ. Skin allergies യേശുവിന്റെ നാമത്തിൽ ത്വക്ക് രോഗികൾ സൗഖ്യമാകട്ടെ. Kidney stones be healed. ഡയാലിസിസ് ചെയ്യുന്നവരുടെ മേൽ ദൈവ തേജസ് ഇറങ്ങട്ടെ. കിഡ്നി വീക്കായവർക്ക് മേൽ സൃഷ്ടിപ്പിന്റെ അധികാരത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവശക്തി നിർജീവമായ അവയവങ്ങളിലേക്ക് ഇറങ്ങട്ടെ. സൃഷ്ടിപ്പുകൾ ഇന്ന് രാത്രി നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഏത് രോഗത്താൽ ഓരോരുത്തരും ഭാരപ്പെടുന്നു അവരുടെ മേൽ ദൈവ തേജസ് ഇറങ്ങട്ടെ. ബ്ലീഡിംഗ് പൈൽ സൗഖ്യമാകട്ടെ. ജോയിന്റ് പെയിൻസ് മാറിപ്പോകട്ടെ. വേരിക്കോസ് വെയിൻസ് വാനിഷ് ആകട്ടെ. സ്കിൻ അലർജി സൗഖ്യമാകട്ടെ. ക്ലൈമറ്റിക് അലർജി സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇൻഫെക്ഷൻ ഇൻ ദ മൗത്ത് അൾസേഴ്സ് ബി ഹീൽഡ്. ഇൻഫെക്ഷൻ ഇൻ ദ ഇയേഴ്സ് ബി ഹീൽഡ്. Growth in the nostrils be vanished right now. മൂക്കിന്റെ അകത്ത് മാംസം വളർന്ന് ിക്കാൻ കഴിയാത്തവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. റാഫ ജഹോവയുടെ സൗഖ്യം ഇറങ്ങട്ടെ. യേശുവിന്റെ കരം തൊടപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഏത് രോഗത്താൽ ഭാരപ്പെടുന്നു അവിടെ മേൽ ദൈവ തേജസ് ഇറങ്ങട്ടെ. സ്പിരിറ്റ് ഓഫ് ബാർനസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ കമാൻഡ് യു ഗെറ്റ് ഔട്ട് ഓഫ് ദ ഫാമിലീസ്. മരട്ടാവിയെ യേശുവിൻ നാമത്തിൽ കുടുംബത്തെ വിട്ട് വെളിയെ പോ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഉൻ വല്ലമയെ യേശുവിൻ നാമത്തിൽ ഉടയ്க்கிறேன். യേശുവിൻ നാമത്തിൽ every spirit of barrenness come out. Let there be healing. Let the wombs be touched, organs be touched, the health be restored. Let them receive healing. Be blessed, multiplied and fruitful in the name of Jesus. തകർന്ന ബിസിനസ്സുകൾ പണിയപ്പെടട്ടെ. ഡൈവോഴ്സുകൾ ക്യാൻസൽ ആകട്ടെ. കോടതിയിൽ കൊടുത്ത ഡൈവോഴ്സ് കേസുകൾ മാറി കുടുംബ രമ്യതയിലാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹം അവരെ ചേർക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലെ പരാജയങ്ങൾ മാറട്ടെ. ഭയത്തിന്റെ ആത്മാക്കൾ മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി രോഗത്തെ ഭയപ്പെടുന്നവർ, കോടതി കേസുകളെ ഭയപ്പെടുന്നവർ, മറ്റു വ്യക്തികളെ ഭയപ്പെടുന്ന ഭയത്തിന്റെ ആത്മാവ് മാറട്ടെ. ധൈര്യത്തിന്റെ സുബോധത്തിന്റെ ആത്മാവ് കുടുംബത്തെ നയിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. വിവാഹപ്രായമാർക്ക് വിവാഹം നടക്കട്ടെ. വിവാഹിതരായവർക്ക് തലമുറകൾ ജനിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. വിദേശത്തേക്കെല്ലാം വിസകൾക്കായി കാത്തിരിക്കുന്നവർ, പണം കൊടുത്ത് ചതിക്കപ്പെട്ടവർ, അവരുടെ പണം തിരികെ വരട്ടെ. പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. വലുതും വിശാലവും സഫലവുമായ വാതിലുകൾ തുറക്കപ്പെടട്ടെ. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ. രാജ്യങ്ങൾ തൊടപ്പെടട്ടെ. എല്ലാവരും യേശുവിലേക്ക് തിരിയട്ടെ. അന്ത്യകാലത്ത് ഉണർവിന് വേണ്ടി സഭകളെ ഒരുക്കുന്നതിനായി സ്തോത്രം. സഭകളിൽ യേശുവിന്റെ വെളിപ്പാടുകൾ പ്രസംഗിക്കപ്പെടട്ടെ. അവിടെ റിവൈവൽ ഉണ്ടാകട്ടെ. ഉണർവിന്റെ അഗ്നി വീഴട്ടെ. എല്ലായിടത്തും ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും ചൊരിയുമെന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രി അഭിഷേകത്തിനായി കാത്തിരിക്കുന്നവരുടെ മേൽ പെരുമഴ പെയ്യുന്നു പോലെ മഴ പെയ്യട്ടെ യേശുവിന്റെ നാമത്തിൽ. അഭിഷേകം പെയ്തിറങ്ങട്ടെ. പിളർന്ന നാവുകൾ പെന്തക്കോസ്ത് നാളിൽ മർക്കോസിന്റെ മാളികയിൽ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവിന്റെ അഗ്നി, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാലും സ്നാനം കഴിപ്പിക്കുന്നവന്റെ ശക്തി വെളിപ്പെടട്ടെ. നിർജീവമായ അസ്ഥികളിലേക്ക് ജീവൻ ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. തളർന്നുപോയ ശരീരങ്ങളിൽ ജീവൻ ഇറങ്ങി എഴുന്നേറ്റ് നടക്കട്ടെ. വീൽ ചെയറിൽ ഇരിക്കുന്നവർ എഴുന്നേറ്റ് നടക്കട്ടെ. കിടപ്പ് രോഗിൽ നട്ടെല്ല് തകർന്ന് കിടപ്പിലായവരുടെ മേൽ ദൈവ തേജസ് ഇറങ്ങട്ടെ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ. മൈ ജീസസ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർഎവർ. ആമേൻ, ആമേൻ. യേശുവിന്റെ ശക്തി വല്ലമ ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. ജനം വിടിവിക്കപ്പെടട്ടെ. കുടുംബത്തെ ചൂഴ്ന്നു നിൽക്കുന്ന കാർമേഘ പടലങ്ങൾ മാറിപ്പോകട്ടെ. രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന കൊറോണ വ്യാധി മാറിപ്പോകട്ടെ. സകല പകർച്ച വ്യാധികളും മാറിപ്പോകട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അവൻ തന്റെ വചനത്തെ അയച്ച രോഗികളെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്നും വിടുവിച്ചു എന്ന വചനം. സങ്കീർത്തനം 120. We send Psalms 107:20 and we declare and decree healing and freedom and restoration and restitution in the mighty name of Jesus.
നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയുമെന്ന പുറപ്പാട് 23:25. As the ministers of God, as the children of God, we send the word Exodus 23:25. So you shall serve the Lord your God, and he will bless your bread and water, and I will take sickness away from the midst of you. Amen. കർത്താവേ, ഞങ്ങൾ കുടിക്കുന്ന വെള്ളം, ഞങ്ങൾ കഴിക്കുന്ന ആഹാരം അവിടുത്തെ ദാനമാണ്. അതിനെ ഔഷധമാക്കി മാറ്റി, ആമേൻ, ദൈവ മക്കളുടെ കുടുംബങ്ങളിലെ രോഗത്തിന്റെ കെട്ടുകളെ വേരോടെ പറിക്കുവാൻ എക്സോഡസ് 23:25 ഇന്ന് രാത്രി ഒരു പുറപ്പാട്, വചനത്തിന്റെ പുറപ്പാട് സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. യിരെമ്യാ 30:17 പ്രകാരം അവൻ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് കഷ്ടപ്പെട്ട വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് രോഗശൈലി ശരീരം പുഴുത്ത് വേദന കൊണ്ട്, അസ്ഥി നുറുങ്ങുന്ന വേദന കൊണ്ട് കരയുമ്പോൾ തിരിഞ്ഞു നോക്കാൻ ആരും ഇല്ലാതെ കിടക്കുന്ന ബെഡിൽ ശരീരം മുഴുവൻ പൊട്ടി സ്കിന്നെല്ലാം പീലായി മാറിപ്പോയ മാതാവേ, പിതാവേ, ഇന്ന് രാത്രി യിരെമ്യാ 30:17 For I will restore health to you and heal you of your wounds, says the Lord, because they called you an outcast, saying, This is Zion, no one seeks her. നിന്നെ ഭ്രഷ്ടയെന്ന് ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും. വീട്ടുകാർ ഭ്രഷ്ട കൽപ്പിച്ചോ? നാട്ടുകാർ തിരിഞ്ഞു നോക്കാതെയായോ? പെറ്റു വളർത്തി വലുതാക്കിയ മക്കൾക്ക് ഭാരമായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ ആണിപ്പഴുതേറ്റ കരം സ്വർഗമിറങ്ങുക. ആ രോഗത്തിന്റെ കിടപ്പറയിലേക്ക്, ആ രോഗത്തിന്റെ രോഗശയ്യയിലേക്ക്, ആ ബെഡിലേക്ക് ദൈവ തേജസ് ഇറങ്ങട്ടെ. ആമേൻ. തളർന്നു കിടക്കുന്ന രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവർ എഴുന്നേറ്റ് നടക്കട്ടെ. സ്വർഗത്തിന്റെ സംരക്ഷണം ഈ ജനങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. സങ്കീർത്തനം 91:1-3 വരെ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുമെന്ന വചനം സകല തിന്മയുടെ ശക്തികളെ നിർമൂലമാക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണം, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി കുടുംബങ്ങളുടെ മേൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, സിറ്റികളിൽ, സംസ്ഥാനങ്ങളിൽ, ജില്ലകളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ വ്യാപരിക്കട്ടെ. I will say of the Lord, He is my refuge and my fortress. My God, in Him I will trust. Surely He shall deliver you from the snare of the fowler and from the perilous pestilence. In the name of Jesus, let the people receive the word and receive your healing. Be healed, be delivered, be restored in the name of Jesus. മനം തകർന്നവരെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല, കണ്ണുനീര് കേൾക്കാൻ ആരുമില്ല. ആമേൻ. കരഞ്ഞു മടുത്തു, കണ്ണുനീർ വറ്റിപ്പോയി. എന്നെ കേൾക്കുന്ന ചില യൗവനക്കാര് ഇനി കരയാൻ കണ്ണുനീർ ബാക്കിയില്ല. ഈ ചെറുപ്രായം കൊണ്ട് കരഞ്ഞു തീർത്തു. ജീവിതത്തിൽ പറ്റിയ ഒരു അബദ്ധത്തിന്റെ ശാപത്തെയും ചുമന്നുകൊണ്ട് എല്ലാവരും ഒറ്റപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, എല്ലാവരും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് കരിമ്പിൻ ചണ്ടിയെ പോലെ വലിച്ചെറിയപ്പെട്ട എന്നെ കേൾക്കുന്ന മകനെ, മകളെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നിനക്കായി പുറപ്പെടുന്നു. ഇരുവായിട്ടുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയത്, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജകളെയും വേർപിടിക്കും വരെ തുളച്ചില്ലെന്ന ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന നിന്റെ ഹൃദയത്തിന്റെ രഹസ്യത്തിൽ നീ നൊമ്പരപ്പെട്ടുകൊണ്ട്, ഭാരപ്പെട്ടുകൊണ്ട്, ഒറ്റപ്പെട്ട് തലകുനിച്ച് ഒരു മുറിയിൽ അടച്ചിരുന്ന് കരയുമ്പോൾ ഇതാ Psalms 147:3 നിനക്കായി പുറപ്പെട്ടു വരുന്നു. He heals the broken hearted and binds up their wounds. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. മനം തകർന്നു പോയ മകനെ, മകളെ, സഹോദര, സഹോദരിയെ, മാതാവേ, പിതാവേ, ഈ വചനം സൃഷ്ടിപ്പിന്റെ അധികാരമുള്ള, സൗഖ്യത്തിന്റെ ശക്തിയുള്ള, വിടുതലിനെ കൊണ്ടുവരുന്ന, ലാസറിനെ കല്ലറയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന ശക്തിയുടെ വചനം ചീഞ്ഞു ദുർഗന്ധപൂരിതമായി ജീവിതത്തിലേക്ക് ഈ വചനം പുറപ്പെട്ടു വരികയാണ്. നിന്റെ തൊഴുത്തിനെ കൊട്ടാരമാക്കി മാറ്റുന്ന, നിന്റെ ദുർഗന്ധത്തെ സൗരഭവാസനയാക്കി മാറ്റുന്ന, നിങ്ങളുടെ പരാജയത്തെ ജയമാക്കി മാറ്റുന്ന, വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന, വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലത്തെയും നൽകുന്ന ജീവനുള്ള വചനം ഇതാ പുറപ്പെട്ടു വരുന്നു. യഹോവ അവനെ രോഗശയിൽ താങ്ങും, ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു എന്ന വചനം അയക്കുന്നു.
യെശയ്യാ പ്രവചനം 58:8, Isaiah 58:8, then your light shall break forth like the morning, your healing shall spring forth speedily, and your righteousness shall go before you. ഇതാ ദൈവത്തിന്റെ വചനം പുറപ്പെട്ടു വരികയാ. ഇന്ന് രാത്രി നിങ്ങൾ ആയിരിക്കുന്നിടത്തേക്ക് ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരം മാറുകയാ. ആമേൻ, സ്തോത്രം. ഒരു നക്ഷത്രം വഴികാട്ടിയായി വന്നു. ആമേൻ, ഞാൻ പ്രൊഫറ്റിക്കായി പറഞ്ഞു. യേശു കിടന്ന ആ കാലിത്തൊഴുത്തിന്റെ മുകളിൽ, ആ പുൽത്തൊട്ടിയുടെ മുകളിൽ രാജാക്കന്മാർക്കും ഇടയന്മാർക്കും വഴികാട്ടിയായി നക്ഷത്രമട നിന്നു. ആ നക്ഷത്രത്തിന്റെ കണ്ണ് ചിമ്മാൻ തുടങ്ങി. നട്ടുച്ചയ്ക്ക് വെയിലത്തിറങ്ങിയിട്ട് ഞാൻ നിങ്ങളോട് സൂര്യൻ നോക്കാൻ പറഞ്ഞില്ല, എനിക്കോ നിങ്ങൾക്കോ നഗ്നനേത്രം കൊണ്ട് എളുപ്പത്തിൽ നോക്കാൻ കഴിയില്ല. അങ്ങനെ നോക്കിയാൽ ആ സൂര്യന്റെ തേജസ് കൊണ്ട് നമ്മുടെ കണ്ണ് ചിമ്മും. എന്നാൽ ഒരു നക്ഷത്രം, നമ്മളെക്കാൾ തേജസ്സിനെ ചുമക്കുന്ന നക്ഷത്രം, ഹല്ലേലൂയ, ആ നക്ഷത്രത്തിന്റെ കണ്ണ് ചിമ്മാൻ കാരണം ആമേൻ ലോകത്തിന്റെ വെളിച്ചമായവനിലേക്ക് നോക്കിയപ്പോൾ നക്ഷത്രത്തിന്റെ കണ്ണ് ചിമ്മിയെങ്കിൽ ഇന്ന് ആ ലോകത്തിന്റെ വെളിച്ചമായവൻ എന്നിൽ പ്രകാശിക്കുന്നു, നിങ്ങളിൽ പ്രകാശിക്കുന്നു. ഹല്ലേലൂയ. ഇതാ യെശയ്യാ 58:8 പറയുന്നു, അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. അനീതിയുടെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട എന്നെ കേൾക്കുന്ന കുടുംബങ്ങളെ, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ നിന്നെ താങ്ങും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യെശയ്യാ 58:8 പറയുന്നു, then your light shall break forth like the morning, your healing shall spring forth speedily, and your righteousness shall go before you. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. Let it happen right now in the name of Jesus. As the minister of God, I declare and decree your healing. May you be healed right now. May you receive your healing. The whole family be healed and restored right now in the name of Jesus. Again I send the word, Jeremiah 33:6, behold, I will bring it health and healing. I will heal them and reveal to them the abundance of peace and truth. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുമെന്ന യിരെമ്യാ 33:6 ഇന്ന് രാത്രി ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ദൂരെയിരുന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, അന്യ രാജ്യങ്ങളിൽ നിന്ന് ഈ ശബ്ദത്തെ കേൾക്കുന്ന പ്രിയ മക്കളുടെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ വചനം ഇറങ്ങുകയാ. ആ വചനം ക്രിയ ചെയ്യുകയാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി മലാഖി 4:2, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ചിറകിന്റെ കീഴിൽ രോഗോപശാന്തി, പരിശുദ്ധാത്മാവിന്റെ നിഴലിന്റെ കീഴിൽ സൗഖ്യത്തിന്റെ അഭിഷേകം ഇതാ ഇറങ്ങുകയാ. സൗഖ്യത്തിന്റെ അഭിഷേകം എല്ലാവരുടെ മേലും ഇറങ്ങുന്നു. എല്ലാ കെട്ടുകളും തകരട്ടെ. യെശയ്യാ 53:4-5, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യെസ്, നിങ്ങളുടെ മേൽ സൗഖ്യം വന്നിരിക്കും. By his stripes we are healed, not going to be healed. Believe it, receive it. I said in the beginning, what you believe come to pass in your life. What you believe will happen in your life. Believe by the stripes of Jesus Christ you are healed. യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നിടത്ത് സൗഖ്യം വെളിപ്പെടും. മറഞ്ഞിരിക്കുന്ന സൗഖ്യം വെളിപ്പെടുവാൻ നിങ്ങളുടെ വിശ്വാസം മാത്രം മതി. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. 1 പത്രോസ് 2:24 പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. Who himself bore our sins in his own body on the tree, that we having died to sins might live for righteousness, by whose stripes you are healed. പ്രിയപ്പെട്ടവരെ, ഞാൻ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. 3 യോഹന്നാൻ 1:2 പറയുന്നു, Beloved, I pray that you may prosper in all things and be in health, just as your soul prospers. I pray this word, I proclaim this word for the families who are listening me,
for the brothers and sisters and the families who are listening me from many parts of the world. Beloveds, I pray that you may prosper in all things and be in health just as your soul prospers. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നതുപോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കർത്താവെ, ഈ ഉണർവിന് മുമ്പിൽ നിർത്തുന്ന പാസ്റ്റർ അനീഷ് മനോ സ്റ്റീഫനെയും സിസ്റ്റർ ഗ്രീഷ്മയെയും സഹശുശ്രൂഷകരെയും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ സഭ ഹോപ്പ് ഇൻ ജീസസ് മിനിസ്ട്രീസ്, പല രാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളിലായി പടർന്നു കിടക്കുന്ന ഈ സഭ ഉണർവിൻ്റെ തീപ്പന്തത്തെ പിടിക്കാൻ കർത്താവ് തെരഞ്ഞെടുത്ത സഭകളിൽ ഒന്നായി ഇതിനെ നിർത്തിയിരിക്കുമ്പോൾ, പ്രിയ മക്കൾ, രാവും പകലും വിശ്രമമില്ലാതെ ദൈവത്തിൻ്റെ വയലിൽ തങ്ങൾക്ക് കിട്ടിയ രക്ഷയെ പ്രസംഗിച്ചുകൊണ്ട് അനേകരെ ദൈവത്തിൻ്റെ സത്യത്തെ പ്രസ്താവിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കേൾക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, പ്രിയപ്പെട്ട അനീഷ് പാസ്റ്ററുടെ പ്രിയ പിതാവ് ബ്രദർ മനോമോഹൻ മൂലം കൈമാറപ്പെട്ട ഈ അഭിഷേകം ഇരട്ടിയായി പ്രിയ അനീഷ് പാസ്റ്ററും തൻ്റെ പ്രിയ സഹോദരനും കുടുംബങ്ങളുമെല്ലാം ആ ദൈവഹിതത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ചെയ്യുവാൻ അവിടുന്ന് കൃപ കൊടുത്തതിനായി സ്തോത്രം. തങ്ങൾക്ക് പകർന്നു കിട്ടിയ താലന്തുകളെ, തങ്ങൾക്ക് പകർന്നു കിട്ടിയ അഭിഷേകത്തിൻ്റെ ഗൗരവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ വയലിൽ വിശ്വസ്തരായി നല്ല വേലക്കാരായി നിൽക്കുന്ന പ്രിയ കുടുംബത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുക. അവരോട് ചേർന്ന് പല സംസ്ഥാനങ്ങളിലായി, പല രാജ്യങ്ങളിലായി, പല ഭാഷകളിൽ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ കൂട്ടുവേലക്കാർ, സഹോദരി സഹോദരന്മാർ, ഉന്നത വിദ്യാഭ്യാസവും വലിയ ശമ്പളവും എല്ലാം ജോലി ഉണ്ടായിട്ടും അതിനേക്കാൾ കർത്താവിന് വേണ്ടി ത്യാഗത്തോടെ നിൽക്കുന്ന, രാവും പകലും ഉറങ്ങാതെ ഈ മീഡിയ മിനിസ്ട്രിയും വർഷിപ്പിലും പ്രസംഗത്തിലുമെല്ലാമായി, പ്രീച്ചിങ്ങിലും മറ്റ് കോർഡിനേഷനിലും എല്ലാം നിൽക്കുന്ന പ്രിയ കുടുംബങ്ങൾക്കെല്ലാം 1000 ഇരട്ടിയായി Deuteronomy 1:11 പ്രകാരം, ആവർത്തനം 1:11 പ്രകാരം നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1000 ഇരട്ടിയായി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന വചനത്തോടെ ഞാൻ അനുഗ്രഹിക്കുക. ഇവർ വർദ്ധിച്ചു പെരുകട്ടെ. ഇവർക്ക് സ്വർഗം വലിയ പ്രതിഫലങ്ങളെ കൊടുക്കുന്നതിനായി സ്തോത്രം. അനവധി രാജ്യങ്ങളിലേക്ക് വാതിലുകളെ തുറന്നിരിക്കുന്നതിനായി സ്തോത്രം. മുമ്പിൽ നിന്ന് നയിക്കുവാൻ ഒരു ക്യാപ്റ്റനെ പോലെ പ്രിയ മകനെ അവിടുന്ന് ഉപയോഗിക്കുന്നതിനായി, കുടുംബത്തെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബ്ലസ് യു.